നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് പി ഓഫ് എക്സും എഫ് ഓഫ് എക്സ് പ്ലസ് ബി ഓഫ് എക്സും ജി ഓഫ് എക്സ് പ്ലസ് പി ഓഫ് എക്സും കോൺഗ്രന്റ് ആയിരിക്കും എന്നുള്ളതായിരുന്നു. അതിന്റെ പ്രൂഫ് അത് പകുതി വെച്ചാൽ ഫുള്ള് ഞാൻ റെക്കോർഡ് ചെയ്തായിരുന്നു, ഒരു 15 പേജ് റെക്കോർഡ് ആയിരുന്നു, പക്ഷെ അത് അപ്ലോഡ് ആയില്ല, എന്താ പറഞ്ഞൂടാ. അത് ജസ്റ്റ് നോക്കിയാൽ മതി, അതിന്റെ പ്രൂഫ് ഭയങ്കര ഈസിയാണ്. അത് ജസ്റ്റ് ആ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സിനും ജി ഓഫ് എക്സിനും എച്ച് ഓഫ് എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ സെയിം ആണ്. അതുകൊണ്ടാണ് ആ മൾട്ടിപ്ലിക്കേഷനിലൊന്നും ഒരു ചേഞ്ചും വരില്ല. അടുത്ത സൈക്ലിക് ഷിഫ്റ്റ് എന്താണെന്നാണ്. അതായത് ഒരു വി എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട്, 10011 ആണെന്നിരിക്കുക ആ വേർഡ്. അത് ഇതാണ് വി. അങ്ങനെ പൈ ഓഫ് വി എന്ന് പറഞ്ഞാൽ അതിന്റെ സൈക്ലിക് ഷിഫ്റ്റിന് അറിയാം. പൈ ഓഫ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇത് മൊത്തത്തേക്ക് ഒന്ന് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ എന്താ വരിക, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 00111 മനസ്സിലായില്ലേ? സോറി, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 1101 അങ്ങനെയല്ലേ വരിക? റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ലാസ്റ്റ് ഇടങ്ങളിൽ ഫസ്റ്റ് തൊട്ട് വന്ന് അങ്ങനെയല്ലേ വരിക? അപ്പൊ അതുകൊണ്ട് ഇതാണ് അതിന്റെ എന്ത് പറയാ, സൈക്ലിക് ഷിഫ്റ്റ്. അതായത് വി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ സൈക്ലിക് ഷിഫ്റ്റ് ഓഫ് വി എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിനെ റൈറ്റിലേക്ക് നമ്മ കൊണ്ടുപോകണ ആ വേർഡായിരിക്കും. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ 10011നെ 1101ലേക്കായിരിക്കും മാറ്റാം. കാരണം അതിന് മൊത്തത്തിൽ ഒന്ന് റൈറ്റിലേക്ക് നീക്കണ പോലെ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത് സൈക്ലിക് കോഡിലേക്ക് പോകാം. സൈക്ലിക് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ കോഡ് പറഞ്ഞപ്പോൾ എന്തായിരുന്നു, ഏത് രണ്ട് കോഡ് എടുത്താലും അതിന്റെ സം ചെയ്താലും അതിൽ തന്നെ വേണം. ഇവിടെ സൈക്ലിക് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈക്ലിക് ഷിഫ്റ്റ് വെച്ചിട്ട് തന്നെയാണ് പറയണത്. എന്താ, അതിൽ ഏത് കോഡ് വി എടുത്താലും അതിന്റെ സൈക്ലിക് ഷിഫ്റ്റ് എവിടെ തന്നെ ഉണ്ടാവണം, സിയിൽ തന്നെ ഉണ്ടാവണം. അതായത് ഇപ്പൊ നമ്മ ജസ്റ്റ് ഇതിൽ എക്സാമ്പിൾ എടുക്കാം. സി ഈക്വൽ ടു 00011010111. ഈ കേസിൽ ഇതൊരു സൈക്ലിക് കോഡാണ് ചോദിക്കാനായിട്ട് ആദ്യം എന്ത് ചെയ്യണം, പൈ ഓഫ് 000 വെക്കണം. അതെന്താ 000 തന്നെ, അതെന്ത് സീലുണ്ട്. അടുത്ത് പൈ ഓഫ് 110 ചെക്ക് ചെയ്യണം, അതെന്താ വരിക 011, അത് എവിടെ ഉണ്ട്, കോഡിലുണ്ട്. അടുത്തത് മുകളിൽ ഞാൻ എഴുതുന്നുണ്ട്, പൈ ഓഫ് 101 എടുക്കുക, അതെന്താ 110, അതും കോഡിലുണ്ട്. അടുത്ത് പൈ ഓഫ് 011 എടുക്കുക, അതെന്താ 101, അതും കോഡിലുണ്ട്. അതായത് ഈ കോഡിന്റെ ഏത് വേർഡ്, ഈ കോഡിലുള്ള ഏത് കോഡ് വേർഡ്സ് എടുത്താലും അതിന്റെ എല്ലാ സൈക്ലിക് ഷിഫ്റ്റ് അതിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് അതൊരു സൈക്ലിക് കോഡാണ്. ഇനി അടുത്ത ഒരു സൈക്ലിക് കോഡ് അല്ലാത്തതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അതെന്താ, സി ഈക്വൽ ടു 0001000011111. ഇതൊരു സൈക്ലിക് കോഡാണോ? ഇനി ജസ്റ്റ് നോക്കിയാൽ മതി. പൈ ഓഫ് 100 എന്താ വരിക 010 ആണ്, അത് കോഡിലില്ല. അതുകൊണ്ട് ഇതൊരു സൈക്ലിക് കോഡല്ല. അപ്പൊ ലീനിയർ കോഡെല്ലാം സൈക്ലിക് കോഡ് ആവണമെന്ന് നിർബന്ധമില്ല. അതുപോലെ സൈക്ലിക് കോഡൊന്നും എല്ലാം ലീനിയർ കോഡാണെന്ന് നിർബന്ധമില്ല. അത് നമ്മളിവിടെ എപ്പോഴും നമ്മുടെ യൂസ് ചെയ്യുന്ന കോഡ്സ് എല്ലാം സൈക്ലിക്കും ആണ്, ലീനിയർ ആയിട്ടുള്ള കോഡ്സുകളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. അപ്പൊ ഒരു കോഡ് വന്നിട്ട് സൈക്ലിക് ലീനിയർ കോഡാണെന്ന് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി, ലീനിയർ കോഡാണെന്ന് ചെയ്യാൻ നമുക്കറിയാം. അതിനെ ഏത് രണ്ടെടുത്താലും അതിനെ ആഡ് ചെയ്ത് ഇതിലുണ്ടായാൽ മതി, അതിൽ തന്നെ ഉണ്ടായാൽ മതി. ഇനി അടുത്ത് സൈക്ലിക് കോഡാണെന്ന് ചെയ്യാനോ ഏത് വേർഡ് എടുത്താലും അതിന്റെ സൈക്ലിക് ഷിഫ്റ്റ് അതിലുണ്ടോന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനിയാണ് അടുത്ത ലെമ്മ, സൈക്ലിക് ഷിഫ്റ്റ് ഈസ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ആ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ജസ്റ്റ് രണ്ട് വേർഡ് എടുക്കുക. അതിലെ ഒരു വി ഈക്വൽ ടു
ഡിജിറ്റ്സ് ആണ്. അടുത്തത് ഇതിന്റെ ഡിജിറ്റ്സ് ആണ് V0 V1 എക്സെട്ര Vn-1. അടുത്ത് W ഈക്വൽ ടു W0 W1 എക്സെട്ര Wn-1. ഇങ്ങനെ എടുത്തു. ഇത് എന്ത് നോക്കണം, ഇതിന്റെ ഇത് വെച്ചിട്ട് നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോണത്? പൈ ഓഫ് വി പ്ലസ് ഡബ്ല്യു എന്ന് പറയുന്നത് എന്താവണം? പൈ ഓഫ് വി പ്ലസ് പൈ ഓഫ് ഡബ്ല്യു ആവണം. അടുത്തത് സം കോൺസ്റ്റന്റ് സി, പൈ ഓഫ് സി വി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? സി ഇൻറ്റു പൈ ഓഫ് വി ആയിരിക്കണം. ഈ രണ്ടാമത്തെ കേസ് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? പൈ ഓഫ് സി വി, സിക്ക് ആകെ 2 ചാൻസ് ഉള്ളൂ. ഇവിടെ ഞാൻ പറഞ്ഞു, ഒന്നില്ലെങ്കിൽ 0 അല്ലെങ്കിൽ 1 വരുള്ളൂ കോൺസ്റ്റന്റ് ആയിട്ട്. അപ്പൊ പൈ ഓഫ് സി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ പൈ ഓഫ് 0, സി 0 ആവുന്ന കേസിൽ പൈ ഓഫ് 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 തന്നെയായിരിക്കും. അപ്പൊ അതെന്താ വരിക? 0 ഇൻറ്റു പൈ ഓഫ് എന്ന് പറഞ്ഞാൽ എന്തിനാ വരിക? 0 തന്നെ വരിക. അതുകൊണ്ട് 0 ആവുന്ന കേസിലേക്കില്ല. ഇനി അതുപോലെ 1 ആവുന്ന കേസിലോ എന്താ വരിക? പൈ ഓഫ് വി ഈക്വൽ ടു 1 ഇൻറ്റു പൈ ഓഫ് വി. പൈ ഓഫ് ഈക്വൽ ടു പൈ ഓഫ് വി, അത് രണ്ട് സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് ഈ രണ്ടാമത്തെ എന്ത് നമുക്ക് ചെക്ക് ചെയ്യണ്ട, നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാൻ മതി. പൈ ഓഫ് വി പ്ലസ് ഡബ്ല്യു. വി പ്ലസ് ഡബ്ല്യു എന്താണ് വരിക? വി പ്ലസ് ഡബ്ല്യു എന്താണ് വരിക? വി പ്ലസ് ഡബ്ല്യു V0 പ്ലസ് W0 V1 പ്ലസ് W1 എക്സെട്ര Vn-1 പ്ലസ് Wn-1. ഇനി പൈ ഓഫ് വി പ്ലസ് ഡബ്ല്യു എന്താണ് വരിക? ക്ലാസ് എടുക്കുന്നു പോ. പൈ ഓഫ് വി പ്ലസ് ഡബ്ല്യു ഈക്വൽ ടു എന്താണ് വരിക? Vn-1 പ്ലസ് Wn-1. അടുത്ത് എക്സെട്ര V1 പ്ലസ് W1, സോറി, അടുത്ത് V0 പ്ലസ് W0, അടുത്ത് V1 പ്ലസ് W1 എക്സെട്ര. ഇങ്ങനെയല്ലേ വരാ? ഇനി അടുത്തത് പൈ ഓഫ് വി പ്ലസ് ഡബ്ല്യു. ഇനി പൈ ഓഫ് വി പ്ലസ് പൈ ഓഫ് ഡബ്ല്യു എന്ത് തന്നെ വരിക? പൈ ഓഫ് വി എന്താ വരിക? Vn-1 V0 V1 എക്സെട്ര ഇങ്ങനെയാണ് വരിക. പൈ ഓഫ് ഡബ്ല്യു എന്താ വരിക? W0 W1 എക്സെട്ര ഇങ്ങനെയാണ് വരിക. അത് നിങ്ങൾ ആഡ് ചെയ്ത് നോക്കിയാൽ സെയിം തന്നെയല്ല വരിക. ഈ പുളി കിടക്കുന്ന സെയിം തന്നെയല്ല. അതുകൊണ്ട് അത് ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണ്. അത് ജനറലി അതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. അത് നിങ്ങൾ ഇവിടെ ജസ്റ്റ് എടുത്ത് പറയണമെന്നുള്ളൂ. അല്ലെങ്കിൽ ലീനിയർ ഓൾജിബ്രയിൽ ഇങ്ങനത്തെ ട്രാൻസ്ഫോർമേഷൻസ് കുറെ കാണായിരിക്കും. ഇങ്ങനെ സൈക്ലിക് ഷിഫ്റ്റ്, വെറുതെ ഷിഫ്റ്റ് ചെയ്യണം, ഷിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ് എന്നാണ് അതിന് പറയാ. റൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിലും ലെഫ്റ്റ് ഷിഫ്റ്റ് ആണെങ്കിലും രണ്ടും എന്താ? ലീനിയർ ഓപ്പറേറ്റേഴ്സ് ആണ്. ഓക്കെ, ഇനി എടുത്താണ് കൺസ്ട്രക്ഷൻ ഓഫ് എ സൈക്ലിക് കോഡ്. അത് നമുക്കൊരു വി എടുത്തു. ഇനി നമ്മൾ എന്താ എടുക്കണം? ഈ വി വെച്ചിട്ട് ഒരു സൈക്ലിക് കോഡ് ജനറേറ്റ് ചെയ്യുമ്പോൾ അത് എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഈ സി എല്ലാം എഴുതാൻ പോകണം. ആദ്യം ഒരു എസ് എടുക്കാണ്. എസ് പറയുന്നത് ഏതാ? സൈക്ലിക് മാത്രമാണ് പറഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് അധികം ചെയ്യണ്ട. സൈക്ലിക് മാത്രമാണെങ്കിൽ നിങ്ങൾ സി ആയിട്ട് എഴുതെടുത്താൽ മതി. വി ആദ്യം എടുക്കുക, എന്നിട്ട് പൈ ഓഫ് വി എടുക്കുക, അടുത്ത് പൈ സ്ക്വയർ ഓഫ് വി എടുക്കുക. പൈ സ്ക്വയർ ഓഫ് വി എന്ന് പറഞ്ഞാൽ എന്താ? പൈ ഓഫ് വി, അതായത് വിനോ സൈക്കിൾ ഷിഫ്റ്റ് ചെയ്തതിനെ ഒന്നും കൂടി സൈക്കിൾ ഷിഫ്റ്റ് ചെയ്യുന്നതാണ് പൈ സ്ക്വയർ ഓഫ് വി. ഇനി പൈ ക്യൂബ് ഓഫ് വി എടുക്കുക, 3 പ്രാവശ്യം സൈക്കിൾ ഷിഫ്റ്റ് ചെയ്യുക. എക്സിറ്റ് എത്ര റൺസ് എടുക്കുക? പൈ റേസ്റ്റ് N-1 ഓഫ് വി എടുക്കുക. എന്താ N-1 വെച്ച് നിർത്തിയത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കാരണം n ടൈംസ് ഒന്ന് n ലെങ്ത് ഉള്ള ഒരു വേർഡ്, അതിന് n ടൈംസ് സൈക്കിൾ ഷിഫ്റ്റ് ചെയ്ത് എന്ത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും? വി തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. അതുകൊണ്ട് പൈ എൻ ഓഫ് വി എന്ന് പറഞ്ഞാൽ പിന്നെയും വി തന്നെ വരും. അതുകൊണ്ട് അത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അത് N-1 ടൈംസ് അത് സൈക്കിൾ ഷിഫ്റ്റ് എടുത്തുള്ളൂ. ഇതാണ് സൈക്ലിക് കോഡ്. നിങ്ങളോട് ജനറേറ്റ് ചെയ്യാൻ പറഞ്ഞ ഇത്ര എഴുതിയാൽ മതി. പക്ഷെ ഇതല്ല നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ചോദിക്കുക. എന്താ ഇത് വെച്ചുണ്ടാക്കണ ഒരു സൈക്ലിക് ലീനിയർ കോഡാണ് നിങ്ങളോട് പറഞ്ഞെങ്കിൽ ഇത് ചിലപ്പോൾ ലീനിയർ കോഡാണെന്ന് നിർബന്ധമില്ല. ഇത് ലീനിയർ കോഡ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഒരു തിയറം വേണം. അതായത് ഇപ്പൊ നിങ്ങൾക്ക് സൈക്ലിക് കോഡാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് എന്ത് ചെക്ക് ചെയ്താൽ മതി? ഏത് വേർഡ് എടുത്താലും അതിന്റെ സൈക്കിൾ ഷിഫ്റ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഇനി ഒരു സൈക്ലിക് ലീനിയർ കോഡ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലീനിയർ കോഡാണ്, അപ്പൊ അതിനെന്തുണ്ടാവും? ബേസിസ് ഉണ്ടാവും. ബേസിസിലെ എലമെന്റ്സിന്റെ സൈക്കിൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോഡിലുണ്ടോ എന്ന് നോക്കിയാൽ മതി. പ്രത്യേകം ശ്രദ്ധിക്കണം, ബേസിസിലെ എലമെന്റ്സിന്റെ സൈക്കിൾ ഷിഫ്റ്റ് ബേസിസിലല്ല. ബേസിസിൽ ചിലപ്പോൾ ഉണ്ടാവണം നിർബന്ധമില്ല.
നിങ്ങൾ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി തെറ്റ് വരാനുള്ള ചാൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഡിന്റെ ബേസിസ് തന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ബേസിസിലെ ആൾക്കാരെ സൈക്ലിക് ഷിഫ്റ്റ് എടുത്ത് നോക്കിയിട്ട് അത് ബേസിസിൽ ഇല്ല, ബേസിസിൽ ഇല്ലാത്തതുകൊണ്ട് അത് സൈക്ലിക് ലീനിയർ കോഡ് അല്ല എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, ബേസിസിലെ എലമെന്റ്സിന്റെ സൈക്ലിക് ഷിഫ്റ്റ് കോഡിൽ ഏതെങ്കിലും ഒരു വേർഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അത് എന്തായിരിക്കും? സൈക്ലിക് കോഡ് ആയിരിക്കും. അതായത് നമുക്ക് ഇനി എല്ലാ വേർഡും ചെക്ക് ചെയ്ത് നോക്കണ്ട. എന്ത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി? ബേസിസ് എലമെന്റ്സിന്റെ സൈക്ലിക് ഷിഫ്റ്റ് മാത്രം എടുക്കുക, അത് കോഡിൽ ഉണ്ടോ എന്ന് നോക്കുക. പ്രത്യേക ശ്രദ്ധിക്കുക, കോഡിൽ ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ വി വെച്ച് ജനറേറ്റ് ചെയ്യണ ഒരു സൈക്ലിക് ലീനിയർ കോഡ് ആണില്ല, നമ്മൾ അത് തന്നെ എസ് ആയിട്ട് ഈ സെറ്റ് എടുക്കുക. നമ്മൾ എന്താ ഈ വി പൈ ഓഫ് വി എക്സെട്ര പൈ റേസ് n മൈനസ് വൺ ഓഫ് വി ഇത്തരം ആൾക്കാർ എടുത്തു, അതായിട്ട് എസ് എടുക്കുക. എന്നിട്ട് ഈ എസിന്റെ സ്പാൻ എടുക്കുക. അതായത് ഈ സ്പാൻ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടുക? ഒരു സൈക്ലിക് ലീനിയർ കോഡ് ആയിരിക്കും കിട്ടുക. ഓക്കെ. അപ്പൊ നമ്മൾ ഈ വിനെ എന്ത് വിളിക്കും? ജനറേറ്റർ എലമെന്റ് എന്നൊക്കെ വിളിക്കും. കാരണം ഈ വി വെച്ചിട്ടുള്ളത് ജനറേറ്റ് ആണ്. അതുകൊണ്ട് ജനറേറ്റർ പോളിനോമിയൽ ഇതല്ല. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി വിചാരിക്കും ഇതിനെ പോളിനോമിയൽ ആക്കി കഴിഞ്ഞാൽ അത് ജനറേറ്റർ പോളിനോമിയൽ ആവില്ലേ വി, അതായത് വി ഓഫ് എക്സ് ജനറേറ്റർ പോളിനോമിയൽ ആവില്ലേ. പക്ഷെ ജനറേറ്റർ പോളിനോമിയൽ നമ്മൾ വേറെ ഒരു ഡെഫിനേഷൻ കൊണ്ടുവരും. അതിന് അത് ജനറേറ്റർ പോളിനോമിയൽ ആവില്ല അത്. ഓക്കെ. അതിന് നമ്മൾ വിയുടെ പോളിനോമിയൽ വി ഓഫ് എക്സ് തന്നിരിക്കുക. അങ്ങനെ പൈ ഓഫ് വിയുടെ പോളിനോമിയൽ ഏതായിരിക്കും? ഓട്ടോമാറ്റിക്കലി വിചാരിക്കുമ്പോൾ എക്സ് ഇൻറ്റു വി ഓഫ് എക്സ് ആയിരിക്കില്ലേ എന്ന് വിചാരിക്കും. എക്സ് ഇൻറ്റു വി ഓഫ് എക്സ് അല്ല, അത് എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സ് ഇൻറ്റു വി ഓഫ് എക്സ് മോഡ് 1 പ്ലസ് എക്സ് റേസ് ടെന്നും കൂടി വേണം. ഈ മോഡ് 1 പ്ലസ് എക്സ് റേസ് ടെൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് ലാസ്റ്റ് ടേമിൽ 1 വന്നു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു വി ഓഫ് എക്സിൽ മാത്രം ഈ ഇത് നടക്കില്ല. അതുകൊണ്ടാണ് ലാസ്റ്റ് ടേം വരുന്നതുകൊണ്ട് മാത്രമാണ് അത് എന്തുകൊണ്ട് എങ്ങനെ എഴുതിയത് 1 പ്ലസ് എക്സ് റേസ് ടെൻ എന്ന് പറഞ്ഞാൽ എഴുതിയത്. ഓക്കെ. അതിന്റെ മോഡിലും എടുത്തത് കോൺഗ്രുവൻസ് അവിടെ വേണം, അല്ലെങ്കിൽ ശരിയാവില്ല. അങ്ങനെയാണെങ്കിൽ പൈ എക്സെട്ര പൈ ഐ ഓഫ് ബി എന്തായിരിക്കും? എക്സ് റേസ് ടു ഐ. അങ്ങനെ ഓരോ ടൈംസ് എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണ പോലെ അല്ലേ? എക്സ് റേസ് ടു ഐ ഇൻറ്റു വി ഓഫ് എക്സ് മോഡ് 1 പ്ലസ് എക്സ് റേസ് ടു ഐ. ഓക്കെ. അതായത് എത്ര പ്രാവശ്യം പൈ എടുത്തോ അത്രയും പവറിലുള്ള എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ഇൻറ്റു വി ഓഫ് എക്സിന് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് മോഡ് 1 പ്ലസ് എക്സ് റേസ് ടു ഐ മോഡിൽ കൊടുക്കുക. അതായത് ഇപ്പൊ ഡിഗ്രി എൻ മൈനസ് വണ്ണിനേക്കാളും വലുതാവാൻ പാടില്ലല്ലോ. ഡിഗ്രി എൻ മൈനസ് വണ്ണിനേക്കാളും വലുതായി കഴിഞ്ഞാൽ കോഡിന്റെ ഉള്ളിൽ എടുക്കില്ല. അതുകൊണ്ട് എൻ മൈനസ് വണ്ണിനേക്കാളും വലിയ ഡിഗ്രി വരുമ്പോൾ അതിന് എന്തെടുക്കണം? 1 പ്ലസ് എക്സ് റേഷ്യോ വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എടുക്കണം. ഓക്കെ. അടുത്ത് 98th പേജിലെ ഒരു ലെമ്മയാണ്. അതിന് തൊട്ടുള്ള എക്സാമ്പിൾ ഒക്കെ ഈസി ഉണ്ടോ? അതായത് ഈ കോഡ് ഉണ്ടാക്കാനാ എന്ത് ചെയ്താൽ മതി? വി ഓഫ് എക്സ് എടുക്കുക, അങ്ങനെ എക്സെട്ര എക്സ് റേഷ്യോ എൻ മൈനസ് വണ്ണിന്റെ വി ഓഫ് എക്സ് വരെ എടുക്കുക. എന്നിട്ട് 1 പ്ലസ് എക്സ് റേഷ്യോ വെച്ചിട്ട് ഡിഗ്രി വലുത് വന്നിട്ടുണ്ടെങ്കിൽ എൻ മൈനസ് വണ്ണിനേക്കാളും വലുത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെടുക്കുക? മോഡിലോ എടുക്കുക 1 പ്ലസ് എക്സ് റേഷ്യോ അവിടെ n = 7 എടുത്താണ്. അപ്പൊ 6 ഡിഗ്രിനേക്കാളും വലുത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെടുക്കും? 1 പ്ലസ് എക്സ് റേഷ്യോ 7 വെച്ച് മോഡിലോ എടുക്കും. അത് 1 പ്ലസ് എക്സ് റേഷ്യോ 7 വെച്ച് ഡിവൈഡ് ചെയ്യുക, അതിന്റെ റിമൈൻഡർ എടുക്കുക. അത്രേ ഉള്ളൂ. ഞാൻ അടുത്തത് ലെമ്മയാണ്. സി ബി എ സൈക്ലിക് കോഡ് ആൻഡ് ലെറ്റ് വി ബിലോങ്സ് ടു സി ദെൻ ഫോർ എനി പോളിനോമിയൽ എ ഓഫ് എക്സ്. അടുത്ത് പറഞ്ഞിട്ടുണ്ട് സി എന്ന് പറയുന്നത് ഒരു സൈക്ലിക് കോഡാണ്, വി എന്ന് പറയുന്നത് സിയിൽ ഒരാളാണ്, കോഡിൽ ഒരാളാണ്. അങ്ങനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഏത് എ ഓഫ് എക്സ് എടുത്താലും എ ഓഫ് എക്സ് ഇൻറ്റു വി ഓഫ് എക്സ്, അതായത് വി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? കോഡിൽ ഒരാളാണ്. എ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു പോളിനോമിയലാണ്. അപ്പൊ വി ഓഫ് എക്സ് എ ഓഫ് എക്സ് ഇൻറ്റു വി ഓഫ് എക്സ് മോഡിലോ 1 പ്ലസ് എക്സ് റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ അത് എവിടെ ഉണ്ടാവും? സിയിലുണ്ടാവും. അതായത് എ ഓഫ് എക്സ് ഇൻറ്റു വി ഓഫ് എക്സ്. എ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു പോളിനോമിയൽ, വി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡിലെ ഒരു പോളിനോമിയൽ. കോഡിലെ ഒരു പോളിനോമിയൽ ഇൻറ്റു ജനറലി ഒരു പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന്റെ ഡിഗ്രി എന്താവാം?
എൻ മൈനസ് വണ്ണിനേക്കാളും വലുതാവാം. അതുകൊണ്ട് മോഡുലോ 1 + x⁻n കൂടി എടുത്തു കഴിഞ്ഞാൽ അത് എവിടത്തെ വേർഡ് ആയിരിക്കും? എപ്പോഴും കോഡിലെ വേർഡ് ആയിരിക്കും എന്നാണ് പറയണത്. കാരണം അത് ഈസിയാണ്. കാരണം അതെന്താ, ഇപ്പൊ നമ്മൾ f(x) നമ്മൾ എങ്ങനെ എടുക്കുക? ഒരു പോളിനോമിയൽ ആയിട്ട് എടുക്കുക. എന്താ a0 + a1x + a2x² + n-1 x⁻n-1 എന്ന് എടുക്കുക. എന്നിട്ട് നമ്മൾ ഓരോ വേർഡിനും ഓരോ ഡിജിറ്റിനും v(x) വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? അപ്പൊ a0 × v(x), അതായത് x⁻0 × v(x). a0 ഒന്നില്ലെങ്കിൽ 0 ആവാം, അല്ലെങ്കിൽ 1 ആവാം. 0 ആണെങ്കിൽ അതിലുണ്ടാവും v(x) ആണെങ്കിൽ 1 ആണെങ്കിൽ v(x), അതാണെങ്കിൽ അതിലുണ്ടാവും. അടുത്ത എന്താ? a1 × x × v(x). x × v(x) ഇതിലുണ്ടാവില്ലേ? x × v(x) മാത്രമേ മോഡുലോ 1 + x⁻n പുറത്തെടുക്കുന്നുണ്ട്. അതുകൊണ്ട് അത് എന്തായാലും കോഡിലുണ്ട്. അതുപോലെ അത് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഓരോ ടേമും കോഡിലുണ്ട്. അതുകൊണ്ട് a(x) × v(x) എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവും? കോഡിലുണ്ടാവും. അടുത്ത among all non-zero code words in a linear code C, there is a unique word G belongs to C such that g of x has minimum degree. അതായത് നമുക്ക് ലീനിയർ സൈക്ലിക് കോഡ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താ? മിനിമം ഡിഗ്രി ഉള്ള ഒരു പോളിനോമിയൽ യൂണീക്ക്, അതായത് മിനിമം ഡിഗ്രി ഉള്ള പോളിനോമിയൽ ഒരെണ്ണം ഉണ്ടാവുള്ളൂ. അതായത് അത് യൂണീക്ക് ആയിരിക്കുന്നു. മിനിമം ഡിഗ്രി ഉള്ള പോളിനോമിയൽ എന്തായാലും ഉണ്ടാവും. കാരണം നമുക്ക് പറയാൻ പറ്റും, മിനിമം ഡിഗ്രി കണ്ടുപിടിക്കാണ്ടിരിക്കാൻ പറ്റും. നോൺ സീറോ പോളിനോമിയൽ ആണ് എപ്പോഴും, സീറോ പോളിനോമിയൽ അല്ല. സീറോ പോളിനോമിയൽ ഡിഗ്രി ഡിഫൈൻഡ് അല്ലല്ലോ. അതുകൊണ്ട് അപ്പൊ നോൺ സീറോ പോളിനോമിയൽ ഉണ്ടാവും സച്ചായിട്ട് അതിന്റെ ഡിഗ്രി മിനിമം ആയിട്ടുള്ള കുറെ പോളിനോമിയൽസ് നമുക്ക് വേണമെങ്കിൽ, സാധാരണ ഒരു കോഡാണെങ്കിൽ ഡിഗ്രി മിനിമം ഉള്ള കുറെ പോളിനോമിയൽസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാണ്. പക്ഷെ സൈക്ലിക് ലീനിയർ കോഡാണെങ്കിൽ ഡിഗ്രി മിനിമം ഉള്ള ഒരു പോളിനോമിയല ഉണ്ടാവുള്ളൂ. അതായത് യൂണീക്ക് ആയിരിക്കുന്നു. അത് നമ്മൾ എങ്ങനെ വിചാരിക്കുക? രണ്ടെണ്ണം ഇത് തിരിച്ചു, g(x) h(x). അപ്പൊ g(x)ന്റെയും h(x)ന്റെയും മാക്സിമം ഡിഗ്രി മിനിമം ഡിഗ്രി ആയിട്ടുള്ളത് k ആന്നിരിക്കുക. അപ്പൊ g(x)ന് h(x)ന് എന്തുണ്ട്? x⁻k എന്ന് പറയുന്ന ടേം ഉണ്ട്. x⁻k പ്ലസ് ഒരു ചെറിയ ടേംസ് ഉണ്ടാവും രണ്ടിനും. പക്ഷെ മാക്സിമം ഏറ്റവും വലിയ ഡിഗ്രി വലിയ പവർ വരുന്നത് k. അപ്പൊ g(x) + h(x) കോഡിൽ ഉണ്ടാവേണ്ട ഒരാളല്ലേ? ആണ്. പക്ഷെ g(x) + h(x) എടുക്കുമ്പോൾ x⁻k + x⁻k അതെന്തായി പോകും? ആ ടേം 0 ആയി പോകും. പിന്നെ ബാക്കി കിടക്കുന്നത് എന്താ? അതിനേക്കാളും ചെറിയ ഡിഗ്രി ഉള്ളതല്ലേ? അപ്പൊ k-നേക്കാളും ചെറിയ ഡിഗ്രി ഉള്ള ഒരാളാണ് ആര്? g(x) + h(x). g(x) + h(x) കോഡിലുള്ള ആളാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ലീനിയർ കോഡ് അതിന്റെ ആഡ് ചെയ്ത അതിൽ തന്നെ വേണമല്ലോ. അതുകൊണ്ട് മിനിമം ഡിഗ്രി k ആണെന്ന് എടുത്തതിന് ഒരു കോൺട്രഡിക്ഷൻ ആയി. അതെന്താ അങ്ങനെ കോൺട്രഡിക്ഷൻ വരാൻ കാരണം? നമ്മൾ രണ്ടുപേരുണ്ട് നിർത്തുകൊണ്ട്. അപ്പൊ അവിടെ എത്ര പേരുള്ളൂ? ഒരാളുള്ളൂ. ആ ഇനി നമുക്ക് ഇതുപോലെ കിട്ടിയ മിനിമം ഡിഗ്രി ഉള്ള പോളിനോമിയലില്ലേ, ആ മിനിമം ഡിഗ്രി ഉള്ള പോളിനോമിയലിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ജനറേറ്റർ ഓഫ് ദ സൈക്ലിക് ലീനിയർ കോഡ് എന്ന് വിളിക്കുക. അല്ലാണ്ട് നമ്മൾ ജസ്റ്റ് v(x) വെച്ച് നമ്മ എടുത്താർന്ന ആ ഒരു കോഡില്ലേ, അതിന്റെ വീനല്ല നമ്മൾ എന്ത് വിളിക്കുക? മിനിമം ജനറേറ്റർ പോളിനോമിയൽ എന്ന് വിളിക്കുക. ആ കോഡിൽ ഏറ്റവും മിനിമം ഡിഗ്രി ഉള്ള ആളെയാണ് എന്ത് വിളിക്കുക? ജനറേറ്റർ പോളിനോമിയൽ. അതാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാം കേട്ടോ. അതായത് ജനറലി ഒരു കോഡ് വേർഡ് g(x) ജനറേറ്റർ എന്ന് പ്രൂവ് ചെയ്യാൻ എന്തെടുത്താൽ മതി? ഏത് c(x), ഏത് കോഡ് വേർഡ് എടുത്താലും അതിനെ g(x) ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞാൽ പോരെ. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു കോഡ് വേർഡ് എടുത്തു, c(x) എടുത്തു, എന്തായാലും c(x)ന്റെ ഡിഗ്രി g(x)നേക്കാളും വലുതാണ്. കാരണം g(x) ആണ് മിനിമം ഡിഗ്രി ഉള്ളത്. അപ്പൊ നമുക്ക് c(x)നെ എങ്ങനെ എഴുതാം? സം q(x) × g(x) + r(x) എന്ന് എഴുതാം. അപ്പൊ നമ്മുടെ ഇവിടുത്തെ എയിം എന്താ? r(x) 0 എന്ന് കാണിക്കണം, എന്നാലല്ലേ ഇത് മൾട്ടിപ്പിൾ ആണെന്ന് കിട്ടുള്ളൂ. അപ്പൊ r(x) പക്ഷെ ഇവിടെ ഡിവിഷൻ അൽഗോരിതം വെച്ചിട്ട് r(x)ന്റെ ഡിഗ്രി ഒന്നില്ലെങ്കിൽ ലെസ് ദാൻ g(x) ആവാം, അല്ലെങ്കിൽ r(x) 0 ആയി പോവാം. അപ്പൊ r(x) 0 അല്ല എന്ന് വിചാരിക്കുക. അപ്പൊ r(x)ന്റെ ഡിഗ്രി ലെസ് ദാൻ g(x) എന്നറിയാം. അപ്പൊ നമുക്ക് r(x)ന് ഇതിൽ നിന്ന് എങ്ങനെ എഴുതാം? r(x) = c(x) + q(x) × g(x) എന്ന് എഴുതാലോ. എഴുതാം. ഇനി ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ തൊട്ട് മുന്നത്തെ ലെമ്മ വെച്ചിട്ട് കോഡിലെ ഒരാള് എന്തുകൂടി എടുക്കാം? മോഡിലെ 1 + x⁻n കൂടി എടുക്കാം. ആ അപ്പൊ നമുക്ക് വേറൊരു കാര്യം അറിയാം. തൊട്ട് മുന്നത്തെ ലെമ്മ വെച്ചിട്ട് ഈ q(x) × g(x) മോഡിലെ 1 + x⁻n അത് എവിടെ ഉണ്ടാവും? കോഡിലുണ്ടാവും. കാരണം g(x) കോഡിലാളും q(x) ഏതൊരു പോളിനോമിയലും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മോഡിലെ 1 + x⁻n എടുത്ത് കഴിഞ്ഞാൽ കോഡിലുണ്ടാവും. അതുകൊണ്ട് നമുക്ക് എന്താ കിട്ടുക? c(x) ഓൾറെഡി കോഡിലുള്ള ആളായിട്ടാണ് എടുത്താണ്. അപ്പൊ ഇത് രണ്ടും കോഡിലുണ്ട്. അപ്പൊ അഡീഷനും കോഡിലുണ്ടാവണം. അത് r(x) എവിടെ ഉണ്ടെന്ന് കിട്ടും? കോഡിലുണ്ടെന്ന് കിട്ടും. അപ്പൊ r(x)ന്റെ ഡിഗ്രി ലെസ് ദാൻ g(x) ആവാൻ പറ്റുമോ? കാരണം g(x) അല്ലേ മിനിമം ഡിഗ്രി ആയിട്ട് എടുത്തത്. അപ്പൊ ഒരു കോൺട്രഡിക്ഷൻ ആയില്ലേ? അതുകൊണ്ട് r(x)ന് എന്തായാലും പറ്റൂ? സീറോ പോളിനോമിയൽ ആയി പറ്റൂ. അതായത് r(x) 0 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? c(x) = q(x) × g(x) എന്ന് കിട്ടും. അതിന്റെ അർത്ഥം എന്താ?
ഏത് സി എഫ് എക്സ് എടുത്താലും അതിനെ ആര് ഡിവൈഡ് ചെയ്യും? ജി എഫ് എക്സ് ഡിവൈഡ് ചെയ്യും. അതിന്റെ ജനറേറ്റർ ആണെന്ന് കിട്ടും. അത് മിനിമം ഡിഗ്രി ഉള്ള പോളിനോമിയൽ ഉണ്ട്, അത് ജനറേറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞല്ലേ ഉള്ളൂ. അത് ജനറേറ്റർ ആണെന്ന് പ്രൂവ് ചെയ്താണ് ഇത്. അടുത്ത സി ബി എ സൈക്ലിക് കോഡ് ഓഫ് ലെങ്ത് ആൻഡ് ജി എഫ് എക്സ് വിത്ത് ജനറേറ്റർ പോളിനോമിയൽ ഇഫ് ഡിഗ്രി ജി എഫ് എക്സ് എൻ മൈനസ് കെ ദെൻ. അതായത് ഈ തിയറം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പ്രൂഫ് എഴുതാനൊക്കെ യൂസ് ചെയ്യും. അതായത് ജി ഓഫ് എക്സ് ജനറേറ്റർ പോളിനോമിയലിന്റെ ഡിഗ്രി എപ്പോഴും എന്തായിരിക്കും? ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് എന്തായിരിക്കും? എൻ മൈനസ് കെ ആയിരിക്കും. അത് കെ എന്ന് പറയുന്നത് അതിന്റെ ഡയമെൻഷൻ. അപ്പൊ നിങ്ങളുടെ കാര്യം ആയിരിക്കണം, നമുക്ക് ജി ഓഫ് എക്സ് തന്നിട്ടുണ്ടെങ്കിൽ ആ കോഡിൽ എത്ര ആൾക്കാരുണ്ടെന്ന് പറയാൻ പറ്റും. ഇപ്പൊ ജി ഓഫ് എക്സ് എൻ ഈക്വൽ ടു 7ഉം ജി ഓഫ് എക്സിന്റെ ഡിഗ്രി 5 ആണെന്നിരിക്കുക. അങ്ങനെയാണെങ്കിൽ കെ എന്താ വരിക? 2 വരും. അപ്പൊ അതിൽ എത്ര ആൾക്കാരുണ്ടാവും? 2⁻²4 ആൾക്കാരുണ്ടാവും. നമുക്ക് ഡയമെൻഷൻ കിട്ടും, അതുകൊണ്ട് ആ കോഡിൽ എത്ര ആൾക്കാരുണ്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് എൻ മൈനസ് കെ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിൽ വേറൊരു കാര്യം കൂടി പറയാം, ഇതിന്റെ ജനറേറ്റർ മെട്രിക്സിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുമല്ലേ? അത് എത്തണുള്ളൂ, അത് ഞാൻ എഴുതാം ആദ്യം. ജിയുടെ ഡിഗ്രി എൻ മൈനസ് കെ ആണെങ്കിൽ അതിന്റെ ഡയമെൻഷൻ കെ ആണ്. അതുകൂടാണ്ട് ദ കോഡ് വേർഡ് കറസ്പോണ്ടിങ് ടു ജി ഓഫ് എക്സ് corresponding to g of x, x into g of x, x raised to k minus 1 into g of x are a basis of c. അതായത് നമുക്ക് ബേസിസും കൂടി പറയാണ്. ഏതൊക്കെ ബേസിസ് തരാം? ജി ഓഫ് എക്സ്, എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എക്സെട്ര, എക്സ് റേസ് ടു കെ മൈനസ് 1 ഇൻറ്റു ജി ഓഫ് എക്സ്. എത്ര ആൾക്കാരാ? കെ ആൾക്കാരല്ലേ? ആണ്. അടുത്തത് സി ഓഫ് എക്സ് എന്ന് പറയുന്നത് അത് ഏത് കോഡിനും നമുക്ക് എങ്ങനെ എഴുതാം? ജി ഓഫ് എക്സ് ഇൻറ്റു സം വേറെ പോളിനോമിയൽ എഴുതാം. അതാണല്ലോ ജി ഓഫ് എക്സ് ജനറേറ്റർ എന്നുള്ളതിന്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏത് പോളിനോമിയൽ നമുക്ക് ജി ഓഫ് എക്സ് ഇൻറ്റു സംതിങ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇതിന്റെ പ്രൂഫ് ഈസി ഉണ്ടോ? അത് ജസ്റ്റ് ഞാൻ പറയാം. അത് ഇപ്പൊ ജി എഫ് എക്സിന്റെ ഡിഗ്രി എൻ മൈനസ് കെ എന്നിരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് ഇൻറ്റു ജി എഫ് എക്സിന്റെ ഡിഗ്രി എന്തായിരിക്കും? എൻ മൈനസ് കെ പ്ലസ് 1 ആയിരിക്കും. എക്സ് സ്ക്വയറിന്റെ ജി എഫ് എക്സ് എൻ മൈനസ് കെ പ്ലസ് 2 ആയിരിക്കും. അങ്ങനെ ലാസ്റ്റ് എക്സ് റേസ് ടു കെ മൈനസ് 1 ഇൻറ്റു ജി എഫ് എക്സിന്റെ ഡിഗ്രി എന്തായിരിക്കും? എൻ മൈനസ് 1 ആയിരിക്കും അല്ലെ? ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജി ഓഫ് എക്സ് പ്ലസ് എക്സ് ഇൻറ്റു ജി എഫ് എക്സ് പ്ലസ് എക്സ്ട്രാ എക്സ് റേസ് ടു കെ മൈനസ് 1 ഇൻറ്റു ജി എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? ഒരു പോളിനോമിയൽ ആയിരിക്കും അല്ലെ? അതിന്റെ ഡിഗ്രി എന്താ പറയുക? എൻ മൈനസ് 1. കാരണം ഇപ്പൊ നമ്മൾ എടുത്ത ടേംസിൽ ഏറ്റവും മാക്സിമം എത്ര? എൻ മൈനസ് കെ പ്ലസ് 1 ഉണ്ട്, എൻ മൈനസ് കെ പ്ലസ് 2 ഉണ്ട്, എൻ മൈനസ് കെ പ്ലസ് 3 ഉണ്ട്. അതിൽ ഏറ്റവും മാക്സിമം എന്താ? എൻ മൈനസ് 1 ആണ്. കാരണം മൈനസ് ചെയ്ത് പോകുന്നത് ഏറ്റവും ചെറിയ ടേം ആണ് രീതിയിൽ മൈനസ് 1 ആണ്. അപ്പൊ അതിന്റെ ഡിഗ്രി എന്താ വരാ? എൻ മൈനസ് 1 ആണ് വരാ. അതുകൊണ്ട് അത് ആ കോഡിലുണ്ടാവും. കോഡിലുള്ള ഒരു പോളിനോമിയലാണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇത് 0 ആവാൻ പറ്റില്ലല്ലോ. കാരണം എന്താ? ഇതിന്റെ ഡിഗ്രി നമ്മൾ എന്താ പറയുന്നത്? എൻ മൈനസ് 1 ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അതിന്റെ ഡിഗ്രി എന്താ? അതെന്താ 0 ആവാൻ പറ്റില്ല, കാരണം ജി ഓഫ് എക്സും 0 അല്ല. അത് അതിൻ്റെ ഉള്ളിലൊരു പോളിനോമിയലാണ്, 0 വേർഡും അല്ല. അങ്ങനെയാണെങ്കിൽ ഇതെന്താ? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കില്ലേ? കാരണം നിങ്ങൾ നോക്കിക്കോ, ഇതിൽ ഏത് ആഡ് ചെയ്താലും എന്താ വരുള്ളൂ? 0 വരുമോ? 0 ഒരിക്കലും വരില്ല. അതുകൊണ്ട് ഇത് എന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. പിന്നെ നമുക്കറിയാം ജി ഓഫ് എക്സ് ഇതിൽ ഏത് കോഡ് വേർഡിനും ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഏത് സി ഓഫ് എക്സിനെയും ഐ ഓഫ് എക്സിന്റെ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് എഴുതാം അല്ലെ? അപ്പൊ പിന്നെ നമുക്ക് ആ ബേസിസിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ അർത്ഥം അത് ബേസിസിൽ ഉണ്ടെന്നുള്ള. കാരണം എന്താ? സോറി, ഇപ്പൊ ഐ ഓഫ് എക്സിന് നമ്മൾ ഒരു നോട്ട് പ്ലസ് ഐ വൺ എക്സ് പ്ലസ് എക്സ് പ്ലസ് എൻ മൈനസ് 1 എക്സ് റേസ് എൻ മൈനസ് 1 ഇത് കഴിയണെങ്കിൽ അതിന്റെ ജി ഓഫ് എക്സ് എന്ത് വരും? സി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ നോട്ട് ഇൻറ്റു ജി ഓഫ് എക്സ് പ്ലസ് എ വൺ എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് പ്ലസ് എക്സെട്ര. അതായത് അതെന്താ? ജി ഓഫ് എക്സ്, എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്, എക്സ് സ്ക്വയർ ഇൻറ്റു ജി ഓഫ് എക്സ്, എക്സ് റേസ് എൻ മൈനസ് 1 എൻ വേണ്ട, കെ മൈനസ് 1 ഇൻറ്റു ജി ഓഫ് എക്സ്. അത്ര എണ്ണത്തിന്റെ എന്താ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റിയില്ലേ? ഓക്കെ. കാരണം എഫ് എക്സിന് മാക്സിമം ഡിഗ്രി എത്ര വരാൻ പറ്റുള്ളൂ? കാരണം ജി ഓഫ് എക്സിന്റെ ഡിഗ്രി എൻ മൈനസ് കെ വന്നു. സി ഓഫ് എക്സിന്റെ ഡിഗ്രിക്ക് മാക്സിമം എൻ മൈനസ് 1 വരാൻ പറ്റുള്ളൂ. അതായത് എൻ മൈനസ് കെ പ്ലസ് എ ഓഫ് എക്സിന്റെ ഡിഗ്രി സം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താ വരിക? എൻ മൈനസ് 1 വരിക. അത് നമുക്ക് എന്താ കിട്ടുക? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സോറി എക്സ് അല്ല, ഡിഗ്രീനെ ആർന്നെങ്ങാനും വിളിക്കാം. 6 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താ വരിക? കെ മൈനസ് 1 വരിക. അതായത് എ ഓഫ് എക്സിന്റെ ഡിഗ്രി മാക്സിമം എന്താ വരുള്ളൂ? കെ മൈനസ് 1 വരുള്ളൂ. അതായത് മാക്സിമം എൻ മൈനസ് 1 ടേംസ് മതി നമുക്ക്. സോറി, കെ മൈനസ് 1 ടേംസും മതി. ഓക്കെ, ഇനി അതിന്റെ കുറച്ച്
എക്സാമ്പിൾസ് ആണ്. അതായത് n=7 g(x) നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞേ? ഇതിനൊരു ബേസിസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് g(x) ചെയ്താ, എന്നിട്ട് x × g(x) ചെയ്താ, x² × g(x) ചെയ്താ, x³ × g(x) ചെയ്താ. എന്താ x³ x x³ അല്ല, x⁴ g(x) വരെ വേണം. എന്തുകൊണ്ട് x⁴ വരെ വെച്ചിട്ട് നിർത്തിയേ? കാരണം അതിന്റെ k എന്താ വരിക? g(x) 3, g(x)ന്റെ ഡിഗ്രി 3 ആണ്, n=7 ആണ്. അങ്ങനെ k എന്താ വരിക? 7 - 3 4 ആണ് വരിക. അപ്പൊ x⁴ വേണ്ട കേട്ടോ. അതായത് x⁴ വേണ്ട, കാരണം നമുക്ക് 4 അല്ലേ, അതിൽ ബേസിൽ 4 ആൾക്കാരല്ലേ വരുള്ളൂ. അപ്പൊ g(x), x × g(x), x² × g(x), x³ × g(x) അത്ര എടുക്കുമ്പോൾ 4 ആയല്ലോ. പിന്നെ നമുക്ക് x⁴ ആവശ്യമില്ല, അവിടെ വെച്ച് നിർത്താം. അപ്പൊ അത്രയാണ് എന്ത് ബേസ് എലമെന്റ്സ് ആയിട്ട് വരിക. അപ്പൊ ഇതിന്റെ ജനറേറ്റർ മെട്രിക്സ് ഇനി നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഇനി ജനറേറ്റർ മെട്രിക്സ് എന്താ വരിക? ഇത് ജനറലി ഒരു സൈക്ലിക് ലീനിയർ കോഡ് ആണെങ്കിൽ ജനറേറ്റർ മെട്രിക്സ് ഫസ്റ്റത്തെ റോ g(x), രണ്ടാമത്തെ x × g(x), മൂന്നാമത്തെ x² × g(x), എക്സെട്ര x⁻k - 1 × g(x) ആണ് അതിന്റെ ജനറേറ്റർ മെട്രിക്സ് വരാം. ഓക്കെ. ഇനി അടുത്ത എക്സാമ്പിൾ 100th പേജിൽ തന്നെ, ഫൈൻഡ് ദ സ്മോളസ്റ്റ് ലീനിയർ കോഡ് ഓഫ് ലെങ്ത് 6 കണ്ടെയ്നിങ് g(x) = 1 + x³ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ g(x) ആയിട്ട് എന്തെടുക്കുക? 1 + x³ ആയിട്ട് എടുക്കുക. എന്നിട്ട് എന്തെടുക്കുക? നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെ. ലെങ്ത് n=6, അപ്പൊ ഡയമെൻഷൻ 3 ആണ് വരിക. 6 - 3 എന്ന് പറയുന്നത് 3. അതുകൊണ്ട് ഇവിടെ എത്ര ആൾക്കാർ വരും? 3. അപ്പൊ g(x), x × g(x), x² × g(x) അത്ര മതി. അതാണ് എന്ത് വരാ? ബേസിസ് വരാ. ബേസിസ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോഡ് എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ. ഇനി അടുത്ത 100th പേജിൽ തന്നെ തിയറം, g(x) is a generator polynomial for a linear code of length n if and only if g(x) divides 1 + x⁻n. 1 + x⁻n. അത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എന്ന് പറയേണ്ട ആവശ്യമില്ല, കാരണം g(x) ജനറേറ്റർ പോളിനോമിയൽ ആണെങ്കിൽ അത് ഏതിനെ ഡിവൈഡ് ചെയ്യും? 1 + x⁻n ഡിവൈഡ് ചെയ്യും. കാരണം അതിന് മാത്രമേ നമുക്ക് പ്രൂഫ് ഉള്ളൂ ഇതിൽ. അതായത് g(x) അപ്പൊ സപ്പോസ് വിചാരിക്കുക 1 + x⁻n എങ്ങനെ എഴുതാം? സം h(x) × g(x) + r(x) എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഡിവിഷൻ അൽഗോരിതം വെച്ച് എന്തായാലും അങ്ങനെ എഴുതാം. പിന്നെ നമ്മുടെ എയിം എന്താ? r(x) 0 എന്ന് പോവുകയാണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്തിട്ട്? r(x) സ്ട്രിക്ട്ലി r(x)ന്റെ ഒന്നിലും r(x) 0 അല്ലെങ്കിൽ r(x)ന്റെ ഡിഗ്രി സ്ട്രിക്ട്ലി ലെസ് ദാൻ ഡിഗ്രി ഓഫ് g(x) എന്ന് കിട്ടും. അപ്പൊ നമ്മൾ എന്തെടുക്കാം? r(x) നമുക്ക് എങ്ങനെ എഴുതാം? h(x) × g(x) + 1 + x⁻n എന്ന് എഴുതാലോ. എഴുതാൻ പറ്റും. അടുത്ത എന്താ കേട്ടാ? രണ്ട് സ്ഥലത്തും മോഡുലോ 1 + x⁻n എടുത്ത് എന്താ വരിക? ഈക്വൽ ടു h(x) × g(x) മോഡുലോ 1 + x⁻n. കാരണം 1 + x⁻n മോഡുലോ എടുക്കുമ്പോൾ എന്ത് വരും? അത് മറ്റേ ആ ടൈം 0 ആയി പോകും. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? h(x) × g(x). അത് നമുക്കറിയാം, g(x) എന്ന് പറഞ്ഞ കോഡിലാണ്. h(x) എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പോളിനോമിയൽ മോഡുലോ 1 + x⁻n എടുത്തു കഴിഞ്ഞാൽ അത് കോഡിലുണ്ടാവും, നമ്മുടെ ലെമ്മ വെച്ചിട്ട്. അതായത് r(x) എവിടെ ഉണ്ടാവും? കോഡിലുണ്ടാവും. അപ്പൊ r(x)ന്റെ ഡിഗ്രി സ്ട്രിക്ട്ലി ലെസ് ദാൻ g(x) ഒരു കോൺട്രഡിക്ഷൻ വരില്ലേ? അതുകൊണ്ട് r(x) എന്തായാലും പറ്റൂ? 0 ആയി പറ്റൂ. അതുകൊണ്ട് 1 + x⁻n = h(x) × g(x) എഴുതാം. അതായത് g(x) ഏതിനെ ഡിവൈഡ് ചെയ്തു? 1 + x⁻n ഡിവൈഡ് ചെയ്തു. ഓക്കെ. അടുത്ത് correlate the generator polynomial g(x) for the smallest cyclic code of length n containing the word v is the greatest common divisor of v(x) and 1 + x⁻n. നമ്മൾ നേരത്തെ പറഞ്ഞു v(x) അതിന്റെ ജനറേറ്റർ പോളിനോമിയൽ എന്ന് പറയില്ല എന്ന് പറഞ്ഞു. പക്ഷെ v(x) കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ജനറേറ്റർ പോളിനോമിയൽ പറയാം. അത് ഏതായിരിക്കും? v(x)ന്റെയും 1 + x⁻n GCD കണ്ടുപിടിക്കുക. അതിന്റെ അത് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്, GCD കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്. ഫസ്റ്റത്തെ ഇമേജ് ആണ് GCD കണ്ടുപിടിക്കുന്നത്. രണ്ടാമത്തെ ഇമേജ് GCDനെ ആ രണ്ട് ടേംസിന്റെ കോമ്പിനേഷനിൽ എഴുതാൻ പറ്റുന്നതാണ്. അത് ചിലപ്പോൾ രണ്ട് രീതിക്കായിട്ട് ചോദിക്കുക. അതുകൊണ്ടാണ് ഞാൻ GCD കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളെങ്കിൽ ഫസ്റ്റത്തെ മാത്രം മതി. ഓക്കെ. ഇതിന്റെ പ്രൂഫ് നമുക്ക് സ്കിപ്പ് ചെയ്യാം, കാരണം ചെറിയ പ്രൂഫാ, ഈസി ആണ് അത്. അതിലാകെ നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. 1 + x⁻n എങ്ങനെ എഴുതാം? നമുക്ക് എങ്ങനെ 1 + x⁻n g(x)ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പക്ഷെ ഇതിൽ തെറ്റുണ്ട്, നമുക്കൊന്ന് എഴുതാത്. അത് എന്തോ മിസ്റ്റേക്ക് ഉണ്ട് അതിൽ. g(x) എവിടെ ഉണ്ടാവും? v(x) x × v(x)
എക്സെട്ര എക്സ് റേഷ്യോ n മൈനസ് 1 ഇൻറ്റു വി ഓഫ് എക്സ്. കാരണം ഇതാണ് കോഡ്. അപ്പൊ പിന്നെ കോഡിലെ ഒരാളാണ് ജി ഓഫ് എക്സ്, അതുകൊണ്ട് ജി ഓഫ് എക്സ് ഇതിലുണ്ടാവും ആണ്. അപ്പൊ ജി ഓഫ് എക്സ് എന്തായാലും വി ഓഫ് എക്സിന് ഡിവൈഡ് ചെയ്യും. പിന്നെ നമ്മൾ തൊട്ട് മുന്നത്തെ തീർന്നു വെച്ച് ജി ഓഫ് എക്സ് ഇതിന് ഡിവൈഡ് ചെയ്യും. കാരണം ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇതിന്റെ സ്പാനി കിടക്കുന്നുണ്ട്, ജി ഓഫ് എക്സ് എന്തായാലും വി ഓഫ് എക്സിന് ഡിവൈഡ് ചെയ്ത് പറ്റും. അതുകൊണ്ട് ജി ഓഫ് എക്സ് പിന്നെ നമ്മൾ തൊട്ട് മുന്നത്തെ തീർന്നു വെച്ച് ജി ഓഫ് എക്സ് ഡിവൈസ് എന്താ 1 പ്ലസ് എക്സ് റേഷ്യോ ആണ്. ഇനി വേറെ ഏതെങ്കിലും ആൾക്കാർ ഇതിന് ഡിവൈഡ് ചെയ്യുമോന്ന് നോക്കിയാൽ പോരെ ആണ്. അപ്പൊ ജി ഓഫ് എക്സിന് വി ഓഫ് എക്സിന് ജി ഓഫ് എക്സ് ഡിവൈഡ് ആണോണ്ട് ജി ഓഫ് എക്സ് ഈക്വൽ ടു സം എ ഓഫ് എക്സ് ഇൻറ്റു വി ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റും ആണ് മോഡുലോ 1 പ്ലസ് എക്സ് റേഷ്യോ. ഇനി ഞാൻ പറഞ്ഞു ഇങ്ങനെ നമുക്ക് ജി ഓഫ് എക്സ് ഈക്വൽ ടു എ ഓഫ് എക്സ് ഇൻറ്റു വി ഓഫ് എക്സ് മോഡുലോ 1 പ്ലസ് എക്സ് റേഷ്യോ. പി ഓഫ് എക്സ് ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ് മോഡുലോ എച്ച് ഓഫ് എക്സ് എന്ന് പറയുകയാണെങ്കിൽ പി ഓഫ് എക്സ് മൈനസ് ക്യൂ ഓഫ് എക്സ് ഇസ് ഡിവിസിബിൾ ബൈ എച്ച് ഓഫ് എക്സ്. അതുകൊണ്ട് ജി ഓഫ് എക്സ് ഇവിടെ മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് തന്നെ, പ്ലസ് എ ഓഫ് എക്സ് ഇൻറ്റു വി ഓഫ് എക്സ് ഈസ് ഡിവിസിബിൾ ബൈ 1 പ്ലസ് എക്സ് റേഷ്യോ. അതായത് ഇത് ഈക്വൽ ടു എന്താ സം ബി ഓഫ് എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് റേഷ്യോ ആണ്. കാരണം 1 പ്ലസ് എക്സ് റേഷ്യോ വെച്ച് ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അത് നമുക്ക് എന്താ ജി ഓഫ് എക്സ് ഈക്വൽ ടു എ ഓഫ് എക്സ് ഇൻറ്റു വി ഓഫ് എക്സ് പ്ലസ് ബി ഓഫ് എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് റേഷ്യോ. ഈ ഫോമിൽ എഴുതാനും കൂടി പറ്റി. അതായത് ജി സി ഡി ആണെങ്കിൽ രണ്ടിനും ഡിവൈഡ് ചെയ്യണം, പിന്നെ അത് കൂടാണ്ട് എ എക്സ് പ്ലസ് ബി വൈ എന്ന് പറഞ്ഞ ഫോമിൽ ഇങ്ങനെ എഴുതാനും പറ്റി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, ജി സി ഡി ആണെങ്കിലാണ് അങ്ങനെ എഴുതുക. അതുകൊണ്ട് ജി എഫ് എക്സ് എന്താന്ന് കിട്ടി, ഒരു ബി എഫ് എക്സിന്റെയും 1 പ്ലസ് എക്സ് റേഷ്യോന്റെയും ജി സി ഡി ആണ് കിട്ടി. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിളിൽ 101th പേജിൽ ഫൈൻഡ് ദ ജനറേറ്റർ പോളിനോം ഫോർ ദ സ്മോളസ്റ്റ് ലീനിയർ കോഡ് കണ്ടെയ്നിങ് ദ വേർഡ് 1101100. അപ്പൊ നിങ്ങൾ ആ വിനെ എന്താക്കുക, വി ഓഫ് എക്സ് ആക്കുക. എന്നിട്ട് ജി സി ഡി ഓഫ് വി ഓഫ് എക്സും 1 പ്ലസ് എക്സ് റേഷ്യോ 8 കണ്ടുപിടിക്കുക. അതിനുള്ള മെത്തേഡാണ് ഞാൻ അയച്ചു തന്നത്. അത് രണ്ടും കണ്ടുപിടിക്കുക. ഓക്കെ, ആ യൂക്ലിഡിയൻ അൽഗോരിതം ആണ് അതിനെ പറയാ. ഓക്കെ, അടുത്ത് ഫൈൻഡ് ജനറേറ്റർ പോളിനോമിയൽ സെയിം തന്നെയായിരിക്കും. സ്പാൻഡ് ബൈ അവർ തന്നിട്ടുണ്ട് 010 011 111. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഇതിലപ്പോ വിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏതായിട്ട് വിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏറ്റവും ചെറിയ ഡിഗ്രിയുള്ള പോളിനോമിയൽ, ഇതിൽ ഏറ്റവും ചെറിയ ഡിഗ്രിയുള്ള പോളിനോമിയൽ ഫസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടല്ലേ എക്സ് മാത്രം. മറ്റേത് എക്സ് പ്ലസ് എക്സ് സ്ക്വയറും മറ്റേത് 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ. അത് രണ്ട് ഡിഗ്രി 2 ഡിഗ്രി 1 ആയിട്ടുള്ള ഒരെണ്ണം. അപ്പൊ എക്സ് മാത്രമായിട്ട് എടുക്കുക. അപ്പൊ വി ആയിട്ട് എടുക്കുക, എക്സ് എടുക്കുക. എന്നിട്ട് എക്സിന്റെയും 1 പ്ലസ് എക്സ് സ്ക്വയറിന്റെയും ജി സി ഡി യൂസ് ചെയ്യുക. അതായിരിക്കും എന്ത് വരിക, ജി ഓഫ് എക്സ് ആയിട്ട് വരിക. അതായത് ജനറേറ്റർ പോളിനോമിയൽ ആയിട്ട് വരും. അടുത്ത എക്സാമ്പിൾ ഫൈൻഡ് ജനറേറ്റർ പോളിനോമിയൽ ഓഫ് ദ കോഡ് സ്പാൻഡ് ബൈ എസ് ഈക്വൽ ടു 110011111111100110. ഇതിന്റെ സ്മോളസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ഏതാ വരിക? തൊട്ട് മുന്നത്തെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. സ്മോളസ്റ്റ് ഡിഗ്രി ഫസ്റ്റ് കിടക്കുന്നതാണ് വരിക 1 പ്ലസ് എക്സ്. 1 പ്ലസ് എക്സിന്റെ 1 പ്ലസ് എക്സ് റേസ് ടു ലെങ്ത് 5 അല്ലേ? ലെങ്ത് 5 എന്ന് പറയുമ്പോൾ 1 പ്ലസ് എക്സ് റേസ് ടു 5 1 പ്ലസ് എക്സും 1 പ്ലസ് എക്സ് റേസ് ടു 5 ജി സി എടുക്കുക. ഓക്കെ, ഇനി അടുത്ത് പോളിനോമിയൽ എൻകോഡിങ് ആൻഡ് ഡീകോഡിങ്. അപ്പൊ നമുക്ക് ഒരു കാര്യം അറിയാം, എൻകോഡിങ് കുറച്ച് ഈസിയാണ്. കാരണം എൻകോഡിങ് എങ്ങനെയാണ് നമുക്ക് എപ്പോഴും അറിയാം. എങ്ങനെയാ ഒരു വേർഡ് തന്നിട്ട് അതിനെ കോഡിൽ വേർഡാക്കി മാറ്റുന്നത് എങ്ങനെയാ, ജനറേറ്റർ പോളിനോമിയൽ വെച്ചിട്ടാണ്. അതായത് ഒരു യു കെയറേസ്റ്റ് കേല തരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, യു ഇൻറ്റു ജി ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തിലെ വേർഡായിട്ട് കിട്ടും, കോഡിലെ വേർഡായിട്ട് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ അങ്ങനെ തന്നെ നമുക്കൊരു ഇൻഫോർമേഷൻ, നമ്മുടെ യു എഫ് എക്സ് ആണ് ഇൻഫോർമേഷൻ, അതിന് നമുക്ക് എന്താക്കണം, എൻകോഡ് ചെയ്ത് കോഡിൽ വേർഡാക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, യു എഫ് എക്സിനെ നമുക്ക് കൺവെൻഷണൽ മെത്തേഡ് എന്താ യു ഇൻറ്റു ജി ചെയ്യും. പക്ഷെ ഇവിടെ എന്ത് ചെയ്താൽ മതി, യു എഫ് എക്സിനെ ജനറേറ്റർ പോളിനോമിയൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മനസ്സിലായ? അതായത് യു എഫ് എക്സ് നമുക്ക് തന്നു, അതിനെ ജി എഫ് എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, കോഡ് വേർഡ് കിട്ടും. സാധാരണ നമ്മൾ എന്താ വെച്ചാൽ യുവിനെ ജി വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി, യു എഫ് എക്സിനെ ജി എഫ് എക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇതിൽ കുറെ ഇനി എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട് എൻകോഡ് ചെയ്യാൻ പറഞ്ഞിട്ട്. അത് യു എഫ് എക്സ് എന്നിട്ട് അതിനെ എൻകോഡ് ചെയ്ത് സി എഫ് എക്സ് ആക്കാൻ പറയും. അപ്പൊ എന്താ ജി എഫ് എക്സ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ചിലപ്പോൾ ഒരു കോഡ് വേർഡ് സി എഫ് എക്സ് ആണ്, അതിന് കറസ്പോണ്ട് ആയിട്ടുള്ള യു എഫ് എക്സ് കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ നിങ്ങൾ എന്താ സി എഫ് എക്സിന് ജി എഫ് എക്സ് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. എനിവേസ് നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ ഒരു കാര്യാർത്ഥം വെച്ച് നമുക്ക് രണ്ടും കണ്ടുപിടിക്കാൻ പറ്റും. എൻകോഡ് ചെയ്യാൻ പറയാലും ഇൻഫർമേഷൻ വേർഡ് കണ്ടുപിടിക്കാൻ പറയാലും രണ്ടും ഒന്ന് തന്നെ. ഈ മെത്തേഡ് തന്നെ ചെയ്യാം. ഓക്കെ.
അടുത്ത് 102ാമത്തെ പേജ്, 104ാമത്തെ പേജാണ്. 104ാമത്തെ പേജാണ്. അതിൽ എറർ പോളിനോമിയൽ. അപ്പൊ നമുക്ക് ഒരു കാര്യം അറിയാം, എന്താ സി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ, സി ഓഫ് എക്സ് പ്ലസ് ഇ ഓഫ് എക്സ് ആണ് എന്ത് വരിക, ഡബ്ല്യു എഫ് എക്സ്. റിസീവ്ഡ് വേർഡ് നമുക്ക് കഴിഞ്ഞിട്ട് എറർ പ്ലസ് ആ കോഡല്ലേ. അപ്പൊ നമുക്ക് ഈ എററിന്റെ പോളിനോമിയൽ ഇ ഓഫ് എക്സ് എന്ന് വിളിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കിട്ടാം. അപ്പൊ ഇത് നമുക്കറിയാം അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ ഡീകോഡിംഗ് ഒക്കെ എങ്ങനെ ചെയ്യാം, ഡബ്ല്യു വന്നു കഴിഞ്ഞാൽ ഡബ്ല്യുവിന്റെ എച്ച് ചെയ്യും, എന്നിട്ട് അതിന്റെ സെയിം സിൻഡ്രോം തന്നെ കോസെൻട്രേറ്റർക്ക് കണ്ടുപിടിക്കല്ലേ. അപ്പൊ അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് വലിയ കോഡൊക്കെ വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ ഇവിടെ വേറെ രീതിക്കാണ് ഇത് ചെയ്യണത്. ഇവിടെ പിന്നെ വേറെ സിൻഡ്രോം പോളിനോമിയൽ എററിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് കുഴപ്പമില്ല. അത് നമുക്ക് മറ്റേ ഡീകോഡിങ്ങിന്റെ ഭാഗത്ത് നമുക്ക് അത് നോക്കാം. എച്ച് ഈക്വൽ ടു, ഇവിടുത്തെ എച്ച് ആണ് ഇമ്പോർട്ടന്റ്. എന്താ ഇതിൽ എഴുതിയിട്ടും തെറ്റാ, എക്സ് റൈസ് ടു ഐ എന്ന് പറയുന്നത് അങ്ങനെയല്ല. 1 എക്സ് എക്സ് സ്ക്വയർ എക്സിട്ര എക്സ് റൈസ് ടു n-1 എല്ലാത്തിനും എന്തെടുക്കണം, മോഡുലോ ജി ഓഫ് എക്സ് എടുക്കണം. നമുക്കൊരു ജി ഓഫ് എക്സ് തരും, അതിന്റെ എച്ച് കണ്ടുപിടിക്കാൻ പറയുന്നത് എന്തെടുക്കണം, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, 1 എക്സ് എക്സ് സ്ക്വയർ എക്സിട്ര എക്സ് റൈസ് ടു n-1 വരെ എഴുതണം. എന്നിട്ട് ഇങ്ങനെ എഴുതല്ല, ആദ്യം 1 മോഡുലോ ജി ഓഫ് എക്സ് എടുക്കുക, അടുത്ത് എക്സ് മോഡുലോ ജി ഓഫ് എക്സ് എടുക്കുക, അടുത്ത എക്സ് സ്ക്വയർ മോഡുലോ ജി ഓഫ് എക്സ് എടുക്കുക, അങ്ങനെ ഓരോന്നും മോഡുലോ ജി ഓഫ് എക്സ് എടുത്തിട്ട് എഴുതാം. അതാണ് എന്ത് എച്ച് വരിക. ജസ്റ്റ് 1 എക്സ് എക്സ് സ്ക്വയർ ഒന്നല്ല, അത് നിങ്ങൾ മോഡൽ എടുക്കുമ്പോൾ വ്യത്യാസം വരും, അത് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് ഡബ്ല്യു എച്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഡബ്ല്യു എന്ന് പറയുന്നത് സി പ്ലസ് ഇ ഇൻറ്റു എച്ച് അല്ലേ വരിക, സി പ്ലസ് ഇ ഇൻറ്റു എച്ച് ആണ്. പിന്നെ നമുക്ക് എങ്ങനെ എഴുതാം, സമ്മേഷൻ ഐ ഈക്വൽ ടു 0 ടു n-1 സി ഐ പ്ലസ് ഇ ഐ ഇൻറ്റു ആർ ഐ എന്ന് എഴുതാം. കാരണം എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ നിങ്ങൾ ഒരു വേർഡ് എഴുതി, ഒരു വേർഡ് 10001 അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു എച്ച് ചെയ്തു. അപ്പൊ എന്താ വരണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ സ്ഥലത്താണ് 1 വന്നതാണ്, ഇപ്പൊ ഫസ്റ്റ് പൊസിഷനിലും തേർഡ് പൊസിഷനിലാണ് 1 വന്നതാണ്. അപ്പൊ നമ്മ ഇൻറ്റു എച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യുക, ശരിക്കും ഫസ്റ്റ് റോയും തേർഡ് റോയും ആഡ് ചെയ്യുക. 1 ഏതൊക്കെ പൊസിഷനിലാണ് വന്നതാണ് ആ റോസ് ആഡ് ചെയ്യണതാണ് ശരിക്കും ഉത്തരം വരിക. അപ്പൊ അതുകൊണ്ടാണ് അതിന് ഇങ്ങനെ എഴുതണം. ഈ ആർ ഐ എന്ന് പറയുന്നത് ഐത്ത് റോ. അപ്പൊ ഏതൊക്കെ പൊസിഷനിലാണ് 1 വന്നതാണ് ആ റോസ് മൊത്തം ആഡ് ചെയ്യുക. അതിനാണ് നമ്മൾ സമ്മേഷന്റെ രീതിക്ക് ഇങ്ങനെ എഴുതിയത്. ഇത് നമുക്ക് എങ്ങനെ കിട്ടും, ഐ ഈക്വൽ ടു 0 ടു n-1 സി ഐ ആർ ഐ, ഈ സമ്മേഷൻ ഐ ഈക്വൽ ടു 0 ടു n-1 ഇ ഐ ആർ ഐ. ഇതിൽ രണ്ട് സ്ഥലത്ത് മോഡലോ ജി ഓഫ് എക്സ് എടുത്ത് എന്ത് വരും, സി ഐ ആർ ഐ എന്ന് പറയുന്നത് എന്താവും, ആർ ഐ എന്ന് പറയുന്നത് സി എക്സ് റേസ് ടു ഐ ആണ്. അതുകൊണ്ട് സി ഐ എക്സ് റേസ് ടു എന്ന് പറയുന്നത് എന്ത് വരും, സി ഓഫ് എക്സ് വരും. ഇവിടെ ഇ ഐ എക്സ് റേസ് ടു ഐ എന്ന് പറയുന്നത് എന്ത് വരും, ഇ ഓഫ് എക്സ് വരും. രണ്ട് സ്ഥലത്ത് എന്ത് വരും, മോഡലോ ജി ഓഫ് എക്സ് എടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, ഈ മോഡുലോ ജി ഓഫ് എക്സ് സി ഓഫ് എക്സ് എന്തായി പോകും, 0 ആയി പോകും. കാരണം സി ഓഫ് എക്സിനെ എപ്പോഴും എന്ത് ഡിവൈഡ് ചെയ്യും, ജി ഓഫ് എക്സ് ഡിവൈഡ് ചെയ്യും. അപ്പൊ ബാക്കി എന്താ വരുള്ളൂ, ഡബ്ല്യുവിന്റെ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ഓഫ് എക്സ് മോഡ് ജി ഓഫ് എക്സ്. അതായത് സിൻഡ്രോം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് വരുള്ളൂ, ഇ ഓഫ് എക്സിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ, വേറെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യണില്ല. അതാണ് എന്ത് എസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമുക്ക് ഇതിന്റെ അൽഗോരിതം പഠിക്കാം. ബാക്കിയൊക്കെ ഇതിന്റെ സ്കിപ്പ് ചെയ്തോ, അതായത് ഡീകോഡിങ്ങിന്റെ അൽഗോരിതം മാത്രം പഠിക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്, എസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ, ഡബ്ല്യു ഓഫ് എക്സ് മോഡ് ജി ഓഫ് എക്സ് എടുക്കുക. അത് നിങ്ങൾക്ക് ഒരു ഡബ്ല്യു ഓഫ് എക്സ് തന്നു, ജനറേറ്റർ പോളിനോമിയൽ തന്നിട്ടുണ്ടാവും. അങ്ങനെ എന്ത് കണ്ടുപിടിക്കുക, ആ ഡബ്ല്യു ഓഫ് എക്സിനെ ജി ഓഫ് എക്സ് വെച്ച് ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന റിമൈൻഡർ കണ്ടുപിടിക്കുക. അതിനെന്ത് വിളിക്കുക, സിൻഡ്രോം എന്ന് പറഞ്ഞു വിളിക്കുക. അത് നിങ്ങൾക്ക് സിൻഡ്രോം നമുക്കറിയാലോ. സിൻഡ്രോം എന്ന് പറയുന്നത് എസ് ഓഫ് എക്സ് എങ്ങനെയാ, ഡബ്ല്യു ഓഫ് എക്സിനെ ജി ഓഫ് എക്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ്. ഇനി അടുത്തത് രണ്ടാമത്തെ സ്റ്റെപ്പ്, കുറച്ച് ഇത് ലെങ്തി ആയിട്ട് പോകാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ്. നിങ്ങൾ എപ്പോഴും എന്നെ നമുക്ക് 2t+1 മോഡലിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ടി കണ്ടുപിടിക്കാൻ അറിയാലോ. 2t+1 അല്ലെങ്കിൽ 2t മോഡലിലാണെങ്കിൽ ടി കണ്ടുപിടിക്കാൻ അറിയാം. അപ്പൊ ആ ടി കണ്ടുപിടിക്കുക, അത് ഏത് എറർ കറക്റ്റിംഗ് കോഡാണെന്ന് കണ്ടുപിടിക്കുക. 1 എറർ കറക്റ്റിംഗ് ആണോ, 2 എറർ കറക്റ്റിംഗ് ആണോ, ടി എറർ കറക്റ്റിംഗ് കോഡാണെന്ന് ഇരിക്കുക നമ്മുടെ ഇതിൽ. അപ്പൊ നമുക്കൊരു ടി ഉണ്ടല്ലോ, ടി ഉണ്ട്. ഇനി എന്താ കണ്ടുപിടിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ S1 S2 S3 അങ്ങനത്തെ കുറച്ച് സിൻഡ്രോമുകൾ കണ്ടുപിടിക്കണം. അതെന്താന്ന് വെച്ചാൽ S1 ഓഫ് എക്സ് എന്താന്ന് വെച്ചാൽ എക്സ് റേസ് ടു ഐ ഇൻറ്റു എസ് ഓഫ് എക്സ് ആണ്, മോഡ് ജി ഓഫ് എക്സ്. എസ് ഐ ഓഫ് എക്സ് എടുക്കുക.
അതായത് S1 എന്ന് പറഞ്ഞാൽ S0 എന്ന് പറഞ്ഞാൽ എന്താ വരിക, X⁻0 S അത് S തന്നെ വരും. അടുത്തതോ S1 വെച്ചാണ്, S1 എന്ന് പറഞ്ഞാൽ എന്താ വരിക, X ഇൻറ്റു S ചെയ്യുക. അതിനെ അപ്പൊ അതിന്റെ ഡിഗ്രി G കൂടുതൽ വന്നു കഴിഞ്ഞാൽ എന്തെടുക്കുക, അല്ലെങ്കിൽ G ഈക്വൽ വന്നു കഴിഞ്ഞാൽ മോഡ് G എടുക്കുക. അതുപോലെ S2 കണ്ടുപിടിക്കുക, മോഡ് G എടുക്കുക. S3 എന്താ വരിക, X⁻³ ഇൻറ്റു S മോഡ് G എടുക്കുക. അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ കുറെ S1 S2 S3 എന്ന് പറഞ്ഞ് കിട്ടിക്കൊണ്ടിരിക്കില്ലേ. അത് എവിടെ വെച്ചപ്പോ അപ്പൊ നിർത്തണല്ലോ, ഇത് എവിടെ വെച്ചാണ് നിർത്തേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴാണോ നിങ്ങൾക്ക് അതിന്റെ വെയിറ്റ് ലെസ് വരുന്നത്, അത് ചിലപ്പോൾ S വെച്ച് ലെസ് വെയിറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ വെച്ച് നിർത്താം. S0 എന്ന് പറഞ്ഞാൽ S തന്നെയാണല്ലോ, അതുകൊണ്ട്. ഇനി അടുത്തത് S1 ആണെങ്കിലോ, S1 വെച്ചിട്ടാണ്, S0 കിട്ടിയില്ല, അടുത്ത S1 വെച്ചിട്ടാണ് കിട്ടിയെങ്കിൽ S1 വെച്ച് നിർത്താം. അങ്ങനെ എവിടെ വെച്ചാണോ നിങ്ങൾക്ക് അതിന്റെ വെയിറ്റ് ലെസ് വന്നത് അവിടെ വെച്ച് ആ സ്റ്റെപ്പ് നിർത്താം. ഇനി സപ്പോസ് SJ വെച്ചിട്ട് നമുക്ക് എന്തായി, വെയിറ്റ് ഓഫ് SJ എന്ത് വന്നു, ലെസ് വന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ച് നിർത്താം. എറർ പോളിനോമിയലായിട്ട് എഴുതാം X⁻n - J. ടെസ്റ്റില് തെറ്റാ, നിങ്ങളുടെ ഇത് ടെസ്റ്റിൽ തെറ്റാണ്. അത് S⁻n - 1 എന്ന് എഴുതണം. n - J ആണ് ഇൻറ്റു SJ ആണ്. ഓക്കെ, എന്താ പറയുക, X⁻n - J ഇൻറ്റു SJ. അതായത് ഇപ്പൊ S5 എടുത്തപ്പോഴാണ് നിങ്ങൾക്ക് ലെസ് വന്നത്. അപ്പൊ നിങ്ങൾ ഈ ആയിട്ട് എന്തെടുക്കണം, ഈ X⁻n - 5 ഇൻറ്റു S5 എടുക്കണം. മോഡ് എന്താ G. സോറി, മോഡ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത് G അല്ല, ലാസ്റ്റ് കിട്ടിയിട്ട് മോഡ് എടുക്കേണ്ടത് മോഡ് 1 + X⁻n. കാരണം ഇതിനെ നമുക്ക് ഏതിലേക്ക് ആക്കണ്ടേ, n-1 ലെങ്ത് ആക്കേണ്ടത്. അതുകൊണ്ട് E അങ്ങനെ എടുത്തു. അപ്പൊ E കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് C കണ്ടുപിടിക്കാൻ കുഴപ്പമില്ലല്ലോ. E W വെച്ച് ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഡീകോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിൽ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്, അത് നിങ്ങൾ നോക്കുക. അതാണ് ഫൈൻഡിങ് സൈക്ലിക് കോഡ്സ്. അത് നമുക്ക് സൈക്ലിക് കോഡിന് കണ്ടുപിടിക്കണം. ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചില പ്രോബ്ലംസ് ഇമ്പോർട്ടന്റ്. ഇതിലെല്ലാം പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ലീനിയർ ഓൾജിബ്ര ആയിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗം പോലെയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ. അപ്പൊ ഫൈൻഡിങ് സൈക്ലിക് കോഡ് ഫൈൻഡ് ചെയ്യാനായിട്ട് നമുക്ക് G ജനറേറ്റർ പോളിനോമിയൽ കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അപ്പൊ ജനറേറ്റർ പോളിനോമിയൽസിന് വേറെ പ്രത്യേകത നമുക്കറിയാം, അത് എന്തിനെ ഡിവൈഡ് ചെയ്യും, 1 + X⁻n ഡിവൈഡും ചെയ്യും. അപ്പൊ നമുക്ക് സൈക്ലിക് കോഡ് കണ്ടുപിടിക്കാൻ ജനറേറ്റർ പോളിനോമിയൽ 1 + X⁻n ഡിവൈഡ് ചെയ്യും. അപ്പൊ നമ്മുടെ എന്താ കണ്ടുപിടിക്കാൻ നമ്മളെന്ന് വെച്ചാൽ 1 + X⁻n ഡിവൈസേഴ്സിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ n ലെങ്ത് ഉള്ള സൈക്ലിക് കോഡ്സ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോണേ, ഇവിടെ ഫുൾ ടൈം ഇവിടെ എന്താണ് ചെയ്യണേ, 1 + X⁻n ഡിവൈഡ് ചെയ്യണ ഫാക്ടേഴ്സ് ഏതൊക്കെയാ നോക്കും. 1 + X⁻n ഡിവൈഡ് ചെയ്യണ പോളിനോമിയൽസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അപ്പൊ ഈസിയാ, അങ്ങനെ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു എക്സാമ്പിൾ ഉണ്ട്, n = 3. അതായത് 3 ലെങ്ത് ഉള്ള എല്ലാ സൈക്ലിക് ലീനിയർ കോഡ്സും കണ്ടുപിടിക്കണം. അപ്പൊ ലീനിയർ കോഡ് ഈസ് ഫുള്ളി സൈക്ലിക് ലീനിയർ കോഡ് ഈസ് ഫുള്ളി ഡിപെൻഡന്റ് ഓൺ ഇറ്റ്സ് G. അത് ജനറേറ്റർ പോളിനോമിയൽ ആണ്. അതുകൊണ്ട് നമുക്ക് G കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ G കണ്ടുപിടിക്കണേ 1 + X³ 1 + X⁻n 1 + X³ ഡിവൈഡ് ചെയ്യണ പോളിനോമിയൽസ് ഏതൊക്കെയാന്ന് പറയാം. 1 + X³ ഡിവൈഡ് ചെയ്യുന്ന ഒരാളാണ് 1 + X. അത് നിങ്ങൾക്ക് എന്തായാലും അറിയേണ്ട ഒരു കാര്യമാണ്. 1 + X എപ്പോഴും 1 + X³ ഡിവൈഡ് ചെയ്യും. 1 + X⁻n എപ്പോഴും ഡിവൈഡ് ചെയ്യുന്ന ആളാണ് 1 + X. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, 1 + X³ 1 + X വെച്ച് ഡിവൈഡ് ചെയ്യുക. എന്ത് വരും, ഫസ്റ്റ് ടൈം X² വരും, ഇവിടെ എന്ത് X³ + X² വരും. അപ്പൊ 1 + X² വരും, പ്ലസ് X² + X വരും, 1 + X വരും, പ്ലസ് 1 + X ഇവിടെ അടിയിൽ എഴുതിയിട്ട് ഇത് ഡിവൈഡ് ചെയ്ത് എന്തോ 0 ആയി പോകും. അപ്പൊ ഡിവൈഡ് ചെയ്യുന്നത് എന്താ വരിക, 1 + X + X² ആണ് വരിക അല്ലെ. അപ്പൊ ഇനി എങ്ങനെ എഴുതാം, 1 + X ഇൻറ്റു 1 + X + X². ഇതിനെ ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. 1 + X + X² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇറെഡ്യൂസിബിൾ പോളിനോമിയൽ. അപ്പൊ നമുക്ക് ഇത്രയും കിട്ടൂല്ലേ. അപ്പൊ ഇനി ജനറേറ്റർ പോളിനോമിയൽ ഏതൊക്കെ എഴുതാം, ഒന്നിലേക്ക് 1 + X ആണ് ഇത്. ഒന്നിലേക്ക് 1 + X എടുക്കാം, അല്ലെങ്കിൽ 1 + X + X² എടുക്കാം, അല്ലെങ്കിൽ ഈ 1 + X³ തന്നെ എടുക്കാം. അതതിന്റെ ഡിവൈസർ ആണല്ലോ. ഇനി അതുകൂടാണ്ട് 1 എടുത്തൂടെ, 1 എന്തായാലും 1 + X³ ഡിവൈഡ് ചെയ്യല്ലോ.
അപ്പൊ മൊത്തം എത്ര ആൾക്കാരുണ്ട്? 4 ആൾക്കാരുണ്ട്. അപ്പൊ പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, 1 എടുക്കുന്നതും 1+x³ അങ്ങനെ തന്നെ എടുക്കുന്നതും അത് ഇംപ്രോപ്പറാ. പ്രോപ്പർ നമ്മൾ പറയില്ല. പ്രോപ്പർ ആയിട്ടുള്ള 2 ഏതൊക്കെയാ സൈക്ലിക് ലീനിയർ കോഡ്സ്? അതിന്റെ g(x) ഏതൊക്കെയായിരിക്കും? ഒന്നില്ലെങ്കിൽ 1+x ആയിരിക്കും, അല്ലെങ്കിൽ 1+x+x² ആയിരിക്കും. അപ്പൊ മൊത്തം എത്ര ഉണ്ട്? 4 ഉണ്ട്. അതില് ഇത് പ്രോപ്പർ എത്ര ഉണ്ട്? 2. ഓക്കെ. പിന്നെ അടുത്ത ഒരു x⁻6 എടുത്തിട്ടുണ്ട്. 1+x⁻6. അതിനെ നിങ്ങൾ ഫാക്ടേഴ്സ് ആക്കണം. അതാക്കാൻ പഠിക്കാൻ വേണം. 1+x⁻6നെ 1+x³ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അത് ഞാൻ മുന്നേ അത് കട്ടായി പോയ ക്ലാസ്സിലാണെന്ന് അറിഞ്ഞൂടാ, ഞാൻ പറഞ്ഞു. 1+x⁻2⁻2⁴ നമുക്ക് 1+2⁻2⁴ 1+x⁻2 എഴുതാം. കുഴപ്പമില്ല. അത് 2ന്റെ മൾട്ടിപ്പിൾ വന്നു കഴിഞ്ഞാൽ പ്രത്യേകത ആ 2നെ മൊത്തം നമുക്ക് മുകളിലോട്ട് കയറ്റി എഴുതാം. അതാണ്. ഇനി 1+x³ നമുക്ക് നേരത്തെ പറഞ്ഞത് വെച്ചിട്ട് എന്താ? 1+x² പിന്നെ 1+x+x² ഇങ്ങനെ എഴുതാം. അപ്പൊ ഇവിടെ എത്ര മൾട്ടിപ്പിൾസ് വരും ഇതിനെ? നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം എപ്പോഴും. മൾട്ടിപ്പിൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയോ? നിങ്ങൾക്ക് അറിയേണ്ടതാണ്. നമ്പർ തിയറിയിലേക്ക് നിങ്ങൾ പഠിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ്. എനിക്ക് +2 ഇങ്ങനെ പഠിപ്പിക്കുന്നത്. ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ജസ്റ്റ് നമ്പർ എടുക്കാം. 12 എടുത്തുന്നിരിക്കുക. 12 നമുക്ക് എങ്ങനെ എഴുതാം? പ്രൈം ഫാക്ടറൈസേഷൻ 12ന്റെ 4×3 2² × 3 അല്ലേ? ഇതിന്റെ എത്ര മൾട്ടിപ്പിൾസ് ഉണ്ടാവും എങ്ങനെയാണ് പഠിക്കുക? ഇതിന്റെ എല്ലാം പവേഴ്സ് ആണ് അതിലെ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ലേ. 2ന്റെ പവർ 2, 2+1 × 3യുടെ പവർ 1, 1+1. ഇത് പവർ +1 × പവർ +1. അപ്പൊ ഇവിടെ എത്ര ഫാക്ടേഴ്സ് ഉണ്ട് മൊത്തം? 3 × 2 6 ഫാക്ടേഴ്സ് ഉണ്ടാവും അല്ലേ? 6 ഡിവൈസസ് ഉണ്ടാവും. അതുപോലെ ഇവിടെ അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? ഫസ്റ്റ് ഇവിടെ ഒരു കാര്യം ആലോചിക്കണം. ഇങ്ങനെ എഴുതുന്നുണ്ടെങ്കിൽ അത് ഇവിടെ നമ്പേഴ്സിൽ റിയൽ നമ്പർ ആയിരിക്കണം. ഇവിടെ ഇറഡ്യൂസിബിൾ പോളിനോമിയൽസ് ആയിരിക്കണം. ഇത് ഇറഡ്യൂസിബിൾ ആണ്. അപ്പൊ ഇവിടുത്തെ എത്ര ഫാക്ടേഴ്സ് ഉണ്ടാവും? 2+1 × 2+1 3 × 3 9 വരും. അപ്പൊ ഇവിടെ മൊത്തം എത്ര ഡിവൈസസ് ഉണ്ട്? മൊത്തം എത്ര ജനറേറ്റേഴ്സ് ഉണ്ടാവും? 9 ജനറേറ്റർ പോളിനോമിയൽസ് ഉണ്ടാവും. പക്ഷെ ഒരു കാര്യം ആലോചിക്കണം, അതിൽ 2 എന്തായി പോവും? 1ഉം പിന്നെ ആ ഫുൾ പോളിനോമിയലും 1+x⁻6ഉം എന്താവും? ഇംപ്രോപ്പർ ആയി പോവും. അതുകൊണ്ട് ഇതിലെപ്പോഴും എത്ര കുറയ്ക്കണം? 2 കുറച്ച് കഴിഞ്ഞാലാണ് പ്രോപ്പർ കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ എത്ര എഴുതിയുണ്ട്? 1 2 3 7 7 എഴുതിയിട്ടുള്ളൂ. ഓക്കെ, 7 എഴുതിയിട്ടുള്ളൂ. കാരണം ആ പ്രോപ്പർ ആയിട്ട് പോണ ലീനിയർ സൈക്കിൾ കൂടെ ഏതൊക്കെയാന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. 0യും പിന്നെ ലെങ്ത് എത്ര? 6 അല്ലേ? k⁻6. ഇത് രണ്ടെന്താ? ഇംപ്രോപ്പറും ട്രിവിയലാ. ഒരെണ്ണം ഇംപ്രോപ്പർ k⁻6നെ ഇംപ്രോപ്പർ എന്ന് പറയും, 0നെ ട്രിവിയൽ എന്ന് പറയും. അത് രണ്ടും നമ്മൾ എടുക്കില്ല, ബാക്കിയുള്ള ആൾക്കാരെ എടുക്കുള്ളൂ. അതുകൊണ്ട് ഇവിടെ നമുക്ക് എത്ര ആൾക്കാർ കിട്ടും? 7 കിട്ടും. എങ്ങനെയൊക്കെ എടുക്കും? 7 എങ്ങനെയൊക്കെ എടുക്കും? ഒന്ന് 1+x മാത്രം, അടുത്തത് 1+x+x² മാത്രം, അടുത്തത് 1+x ഹോൾ സ്ക്വയർ എടുക്കുക, അടുത്ത് 1+x+x² ഹോൾ സ്ക്വയർ എടുക്കുക. അടുത്ത എന്താ എടുക്കേണ്ടത്? 1+x × 1+x+x² എടുക്കുക. അടുത്തത് 1+x+x² × 1+x+x². അടുത്തത് 1+x+x² ഹോൾ സ്ക്വയർ × 1+x. വല്ലായില്ലേ? അതായത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്പിൾസ് എടുക്കുക അതിന്റെ, അത്രേ ഉള്ളൂ. അടുത്ത എക്സാമ്പിൾ ആണോന്നറിയില്ല. 109ാമത്തെ പേജില് ഇഫ് n = 2r × s then 1+x⁻n = 1. അത് ഒരു ഈസി ആയിട്ടുള്ള കാര്യം. അതായത് 1+x⁻2r × s അത് ഈക്വൽ ടു എന്താ? 1+x⁻s × s × 2r ആണ്. ഇതെന്താ ഇതിന്റെ കാരണം എന്നറിയോ? ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, 1+x⁻s all raised to 2r എന്ന് എഴുതാലോ. ഇങ്ങനെ എഴുതുകൊണ്ട് കുഴപ്പമില്ല, ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കണേനെ. ഇനി എന്താ നിങ്ങൾ ബൈനോമിയൽ എക്സ്പാൻഷൻ ആലോചിക്കുക. ബൈനോമിയൽ എക്സ്പാൻഷനിൽ ഇത് എന്താ വരാൻ പോണത്? ഓൾ റൈസ് ടു നിങ്ങൾ ഇതിന്റെ ബൈനോമിയൽ എക്സ്പാൻഷൻ 1x⁻s all raised to 2r. ഇതിന്റെ ബൈനോമിയൽ എക്സ്പാൻഷൻ എന്താ വരിക?
NC0, NC1, NC2, NC3, ലാസ്റ്റ് NCN വരെ വരും. അതിൽ NC0 എന്താ വരാ 1 വരും, ലാസ്റ്റത്തെ NCN എന്താ വരാ 1 വരാ. ബാക്കി അതിന്റെ ഉള്ളിൽ കിടക്കണ നോക്കി NC1, NC2 അങ്ങനെ അല്ലാതെ എന്തായിരിക്കും 2ന്റെ മൾട്ടിപ്പിൾസ് വരാം. ഇവിടെ 2ന്റെ മൾട്ടിപ്പിൾസ് എല്ലാം 0 അല്ലേ. അതുകൊണ്ട് ഫസ്റ്റ് എടുക്കുന്ന ടൈമും ലാസ്റ്റ് എടുക്കുന്ന ടൈമും കൂടെ വരുള്ളൂ. ഫസ്റ്റ് എടുക്കുന്ന ടൈം ഏതായിരിക്കും 1 raised to 2 raised to r, അത് 1 തന്നെ വരും. അടുത്തത് ലാസ്റ്റ് എടുക്കുന്ന ടൈം x all raised to 2 അതെന്താ വരാ x into 2 അതുകൊണ്ട് അത് പ്രൂഫിന്റെ അകത്ത് ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ബൈനോമിയൽ എക്സ്പാൻഷൻ ആണ് ഡയറക്റ്റ്, അത് ബൈനോമിയൽ എക്സ്പാൻഷന്റെ ഒരു രീതിക്കാണ് വരുന്നത്. അത് നിങ്ങൾ ജനറലി പിയിൽ വെച്ചിട്ട് ഓൾജിബ്രയിൽ ഇത് പഠിച്ചിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. a plus b all raised to p equal to a plus b all raised to p raised to r equal to a raised to b raised to r plus b raised to p raised to r സെറ്റ് പിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അടുത്ത ഒരു പറഞ്ഞിട്ട് n equal to 2 raised to rs ആണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ 1 plus x റേഷ്യോന് എന്താ വരിക 1 plus x raised to s all raised to 2 raised to r എന്ന് എഴുതാലോ. n-ന്റെ 2 raised to r ഇവിടെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 raised to r s സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ തൊട്ടുകൂടെ തീർന്നിട്ട് ഇങ്ങനെ എഴുതാം. ഇനി അവർ പറഞ്ഞിട്ട് x raised to s 1 plus x raised to s-ന് z പോസിബിലിറ്റി z ഡിവൈസസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അതിനെ a1 of x, a2 of x എക്സെട്ര a z of x, z ആണ് ഇത്, a2 of x ഓൾറെഡി z. ഈ 2r എല്ലാവർക്കും കൊടുക്കാമല്ലോ, 2r 2 raised to r 2 raised to r എല്ലാത്തിനും 2 raised to r കൊടുത്തു. അപ്പൊ ഇനി നേരത്തെ നമ്മുടെ തിയറം വെച്ചിട്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഡിവൈസസ് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും പവർ +1 അല്ലേ. അപ്പൊ a1 of x എല്ലാം ഇറെഡ്യൂസിബിൾ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് 2 raised to r plus 1 into 2 raised to r plus 1 എക്സെട്ര into 2 raised to r plus 1 എത്ര ടൈംസ് വരും അത് z ടൈംസ്. അപ്പൊ എന്ത് വരും 2 raised to r plus 1 എത്ര ടൈംസ് all raised to z. ഇതാണ് എന്ത് വരിക മൊത്തം ഡിവൈസസിന്റെ എണ്ണം. അപ്പൊ ഇനി പ്രോപ്പർ ചോദിച്ചു കഴിഞ്ഞാലോ അതിൽ എത്ര ആൾക്കാർ കുറച്ച് കളയണം, ആ 0യും പിന്നെ ഫുള്ളും വരരുത്. അപ്പൊ എന്ത് 2 എണ്ണം കുറയ്ക്കണം. അപ്പൊ എത്ര ലീനിയർ സൈക്ലിക് കോഡ്സ് ഉണ്ട് n equal to 2 raised to r into s ആണെങ്കിൽ 2 raised to r plus 1 all raised to z. വേറെ 1 plus x റേഷ്യോസിനെ z ഇറെഡ്യൂസിബിൾ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റുന്ന എഴുതണം. ഓക്കെ, പ്രോപ്പർ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് 2 കുറയ്ക്കാം. ഓക്കെ, അപ്പൊ ഇനി ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഫൈൻഡ് ദ നമ്പർ ഓഫ് പ്രോപ്പർ ലീനിയർ സൈക്ലിക് കോഡ്സ് ഓഫ് ലെങ്ത് n equal to 6 ചോദിച്ചിട്ടുണ്ട്. n equal to 3യുടെ സിമ്പിളാ, n equal to 6 നോക്കി നോക്കിയാൽ നിങ്ങൾ 1 plus x 1 plus x plus x square 1 plus x cube all square എന്ന് എഴുതിയിട്ട് 1 plus x cube നെ എന്താ രണ്ടെണ്ണമായിട്ടാണ് എഴുതാൻ പറ്റുക. അപ്പൊ z ഇവിടെ 1 r അവിടെ എന്താ 6ഉം 1 അല്ലെ. അപ്പൊ ഇവിടെ എത്ര പോസിബിലിറ്റി ഉണ്ട് 2 plus 1 ഹോൾ സ്ക്വയർ എന്താ 9. നമുക്ക് നേരത്തെ 9 കിട്ടിയില്ലേ, പ്രോപ്പർ ചോദിച്ചപ്പോ 9 minus 2 എന്താ 7. ഓക്കെ, അടുത്താണ് ഇവിടുത്തെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡംപൊട്ടന്റ് എലമെന്റ്സ് എന്താന്ന് വെച്ചാൽ അതായത് എ ഓഫ് എക്സ് ഐഡംപൊട്ടന്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ എ ഓഫ് എക്സും ഹോൾ സ്ക്വയറും ഈക്വൽ ആവണം. അപ്പൊ നിങ്ങൾക്ക് അത് വിചാരിക്കാം അത് ഈക്വൽ ആവില്ല എന്ന് വിചാരിക്കാം. പക്ഷെ 1 എന്ന് പറയുന്ന പോളിനോമിയൽ നിങ്ങൾ എടുത്ത് നോക്കിയേ 1 സ്ക്വയർ 1 തന്നെ, അത് ഈക്വൽ അല്ലേ. അതുകൊണ്ട് 1 ഒരു ഇറെഡ്യൂസിബിൾ പോളിനോമിയലാണ്. അതുപോലെ വേറെ കുറെ പോളിനോമിയൽസ് ഉണ്ടാവും. പക്ഷെ അവിടെ എന്താണ് അവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മ സ്ക്വയർ എടുക്കല്ല, സ്ക്വയർ എടുത്തിട്ട് അതിന്റെ മോഡിലോ 1 plus x റേഷ്യോ എടുക്കും. അപ്പൊ അത് എന്താവാം ഈക്വൽ ആയി വരാം. ജനറലി അല്ലെങ്കിൽ അത് ഈക്വൽ ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ മോഡിലോ 1 plus x റേഷ്യോ എടുക്കുന്നതുകൊണ്ട് അവിടെ ഈക്വൽ ആയിട്ട് വരാം. അപ്പൊ ഐ ഓഫ് എക്സ് ഐഡംപൊട്ടന്റ് എന്ന് പറയണമെങ്കിൽ ഐ ഓഫ് എക്സ് ഈക്വൽ ടു ഐ ഓഫ് എക്സ് സ്ക്വയർ മോഡിലോ 1 plus x റേഷ്യോ ആവണം. ഓക്കെ, അപ്പൊ ഈ 1 പ്ലസ് ഇങ്ങനത്തെ ഐഡംപൊട്ടന്റ് എലമെന്റ്സിന് കണ്ടുപിടിക്കലാണ് ഇനി അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ. നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാം ഐഡംപൊട്ടന്റ് എലമെന്റ്സ് കണ്ടുപിടിക്കാം, അത് ചോദിക്കാം. ഓക്കെ, അപ്പൊ അതിന് അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അത്. ഓക്കെ, അതിനാദ്യം തന്നെ നിങ്ങൾക്ക് എന്തായിരിക്കണം, നമ്മളിവിടെ എന്താ കണ്ടുപിടിക്കാൻ പോണെന്ന് വെച്ചാൽ സെഡ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ n. അത് നിങ്ങൾ ഓൾജിബ്രയിൽ പഠിക്കുന്നതാണ്. ഏതൊക്കെ എലമെന്റ്സ് 0 1 2 3 എക്സെട്ര n-1 അതാണ് സെഡ് എന്നിലെ എലമെന്റ്സ്. അപ്പൊ ഈ സെഡ് എന്നിന്റെ ഒരു പാർട്ടീഷൻ കണ്ടുപിടിക്കണം ആദ്യം ചെയ്യാം.
അപ്പൊ എന്താ സി ആദ്യം സി ആയി ഈക്വൽ ടു എസ് ഈക്വൽ ടു എന്നൊക്കെ പറയാൻ എഴുതിണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. 2 j ഇൻറ്റു ഐ മോഡ് എൻ. ജെ എവിടെ നിന്ന് തുടങ്ങി പോകണം? ഇത് ഐ ആണ്. സി ഐ ഈക്വൽ ടു 2 j ഇൻറ്റു ഐ. ജെ എവിടെ നിന്ന് തുടങ്ങി അവിടെ വരിക? 0 1 2 എക്സെട്ര 6 വരെ. അപ്പൊ ഈ 6 എന്താണെന്ന് അറിയണല്ലേ? അത് നിങ്ങൾക്ക് n തരുന്നിട്ട് ഇപ്പൊ നിങ്ങൾക്കൊരു n7 ആന്നിരിക്കാം. അതിനെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റണം? 2r - 1 ഫോമിൽ എഴുതാൻ പറ്റണം. മോഡിലോ അതായത് 2r ഈക്വൽ ടു കോൺഗ്രന്റ് ടു 1 mod n. ഈ മോഡലിൽ എഴുതാൻ പറ്റണ എന്നുകളായിരിക്കണം. അതായത് ഇപ്പൊ നമുക്ക് n ഈക്വൽ ടു 7 ആണെങ്കിൽ നമുക്ക് 2 3 കോൺഗ്രന്റ് ടു 1 മോഡ് 7 എഴുതാലോ. കാരണം 2 8 8 - 1 എന്ന് പറയുന്നത് 7. പക്ഷെ ഇത് 7 ഞാൻ ഈസി ആയിട്ടുള്ള അടുത്താണ്, കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ 15 ആണെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റും, ഡയറക്റ്റ് പറയാം 2 4 - 1 ആണ്. അപ്പൊ 6 4 ആണ് വരിക. പക്ഷെ ചില സംഖ്യകൾ നിങ്ങൾക്ക് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. ഞാൻ അടുത്തൊരു ഇതെടുക്കാം. ഇവിടെ n ഈക്വൽ ടു 7 ആണ് ആദ്യം പറഞ്ഞത്. n ഈക്വൽ ടു 7 ഈസിയാ. അവിടെ വേറെ എക്സാമ്പിൾ n ഈക്വൽ ടു 9. n ഈക്വൽ ടു 9 അത് നിങ്ങൾ ഒറ്റയടിക്ക് 2r - 1 മോഡലിൽ പറയുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. n ഈക്വൽ ടു 9. അപ്പൊ നിങ്ങൾ ആദ്യം എന്തെടുക്കുക? 2 2 എന്താണ് കോൺഗ്രന്റ് ടു 1 മോഡ് 9 ആവാന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ 2 ആവോ? മുകളിൽ എന്ത് വരണം? 2 എന്തായാലും 0 ആകും, അത് നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 2r ഈക്വൽ ടു നമുക്ക് 0 മാത്രം ചെക്ക് ചെയ്തുകൊണ്ട് ഒരു ഉപകാരമില്ല. അതുകൊണ്ട് അപ്പൊ r ഈക്വൽ ടു 1 ഇതിലാവില്ല. 2 - 1 ഡിവിസിബിൾ ബൈ 9 അല്ല. അടുത്തത് 2 ഈക്വൽ ടു 2 ആവോ? 4 - 1 ഡിവിസിബിൾ ബൈ 9 അല്ല. ഈ 2 3യോ 8 - 1 7 ഡിവിസിബിൾ ബൈ 9 അല്ല. അടുത്ത 2 4 16 - 1 15 ഡിവിസിബിൾ ബൈ 9 അല്ല. അടുത്ത 2 5 32 - 1 ഡിവിസിബിൾ ബൈ 9 അല്ല. അടുത്ത 2 6 64 64 - 3 -1 63 അല്ലേ? 64 - 1 63 ഡിവിസിബിൾ ബൈ 9 ആണ്. അതുകൊണ്ട് ഇവിടെ r ഈക്വൽ ടു എന്താ വരിക? 6 ആണ് വരിക. വേണ്ട, ഇത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ജനറലി നമുക്ക് ഈ രണ്ടായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും എക്സാമിന് ചോദിക്കുള്ളൂ. വർക്ക് ഡോട്ട് എക്സാമ്പിൾ തന്നെയാണ് എപ്പോഴും ചോദിക്കുള്ളൂ. ഇതിൽ ഒരെണ്ണം നമുക്ക് ചെയ്യാം, എല്ലാം ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, നിങ്ങൾ സി ഐ ഡിഫൈൻ ചെയ്തു അല്ലേ? അതിൽ ആദ്യം സി നോട്ട് എന്താ വരിക? സി നോട്ട് 2 അപ്പൊ നമ്മുടെ n ഈക്വൽ ടു 7 ആണ്. അപ്പൊ നമുക്ക് r ഈക്വൽ ടു 3 ആന്നൊക്കെ അറിയാം. അപ്പൊ മനസ്സിലുണ്ടാവണം r ഈക്വൽ ടു 3 ആണ്. 2 j ഇൻറ്റു 0 j ഈക്വൽ ടു 0 1 2 r എത്ര 3 അല്ലേ? 3. അപ്പൊ ഇതെന്താ വരിക? 0 മാത്രല്ലേ? 2 j ഇൻറ്റു 0 ആണല്ലോ. അടുത്ത് C1 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 2 j ഇൻറ്റു 1 j ഈക്വൽ ടു 0 1 2 3. അടുത്ത എന്താ വരിക? 2 j എന്ന് പറഞ്ഞാൽ എന്താ വരിക? 2 0 2 1 2 സ്ക്വയർ 2 ക്യൂബ് അല്ലെ? ഇവിടേക്ക് മോഡ് ഇതുണ്ട്, മോഡ് 7 ഉണ്ട്. മുകളിൽ മോഡ് 7 ഇതിലും കുഴപ്പമില്ലല്ലോ, അതുകൊണ്ട് മോഡ് 7 ഉണ്ട്. അപ്പൊ ആദ്യം 2 എന്താ വരാ? 1 വരും. അടുത്ത് 2 വരും, അതെന്താ? 2 തന്നെ വരും. അടുത്ത് 2 4 തന്നെ വരും. 2 8 എന്ന് പറയുന്നത് ഇതിലെന്താ വരാ? 1 തന്നെ, അത് റിപ്പീറ്റ് വരും. 8 എന്ന് പറയുന്നത് മോഡ് 7 1 ആണല്ലോ, അതുകൊണ്ട്. അടുത്ത് C2 എന്താ വരാ? C2 ഈക്വൽ ടു 2 j ഇൻറ്റു 2 j ഈക്വൽ ടു 0 1 2 3. ഇവിടെ എന്താ ഒരു കാര്യം ആയിരിക്കണം, മോഡ് 7 ഉണ്ട്, അത് ഞാൻ എഴുതാത്തതാണ്. മോഡ് 7 എപ്പോഴും എഴുതണം. അപ്പൊ എന്താ വരാ? 2 j പ്ലസ് 1 എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാലോ. ഇങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് എഴുതാണ് j ഈക്വൽ ടു 0 1 2 3. അപ്പൊ അതിനെങ്ങനെ എഴുതാം?
തൊട്ട് മുകളിലത്തെ സെറ്റ് തന്നെയല്ലേ വരാ? 0 കൊടുക്കുമ്പോ 2 വരും, 1 കൊടുക്കുമ്പോ തൊട്ട് മുകളിൽ കിടക്കണ ഏതായിരുന്നു 4. അടുത്ത് 2 കൊടുക്കുമ്പോ 8 എന്ന് പറയുന്നത് 1 വരും. 3 കൊടുക്കുമ്പോ 4 16 എന്ന് പറയുന്നത് 2 തന്നെ വരും. റിപ്പീറ്റഡാ. അപ്പൊ C2 അത് തന്നെ വന്നു. C2 അപ്പൊ നമുക്ക് ആവശ്യമില്ല. C3 എന്ത് വരും? 2 raised to j into 3 j equal to 0 1 2 3. മോഡലോട് ഞാൻ എഴുതണില്ല, അത് നിങ്ങൾ എഴുതിയാൽ മതി. അതെന്താ വരിക? അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അതെന്താ വരാന്ന്. ഞാൻ ഡയറക്റ്റ് എഴുതാണ്. 3 5 6. അപ്പൊ നമുക്ക് മൊത്തം എത്രയായി? 0 കഴിഞ്ഞു. അത് നമുക്ക് സെറ്റ് 7 ആണ് നമ്മ ഇവിടെ ZN പാർട്ടീഷൻ ചെയ്യണം. അപ്പോൾ സെറ്റ് 7 പാർട്ടീഷൻ ചെയ്തു. അപ്പൊ മൊത്തം ആൾക്കാരായില്ലേ? 0 വന്നു, 1 2 3 4 5 6 വരെ വന്നു. അപ്പൊ നമുക്ക് 3 പാർട്ടീഷൻ കിട്ടി അല്ലേ? അപ്പൊ പോളിനോമിയൽസ് ഏതൊക്കെയാ വന്നത്? സി നോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏതാ? 1 ആണ്. സി നോട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1. ഇതിനെ നമുക്ക് എങ്ങനെ വിളിക്കാം? സി നോട്ട് എക്സ് എന്ന് വിളിക്കാം. സി നോട്ട് എക്സ് എന്താ? 1. C2 of x എന്താ വരിക? ഡിഗ്രി ആണ് ഇവിടെ വരുന്നത്. C2 of x x plus x square plus x raised to 4. C3 of x C1 C2 സെയിം ആയതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതാത്തതുണ്ടോ? x3 x cube plus x raised to 5 plus x raised to 6. ഈ 3 ആൾക്കാരാണ് നമ്മുടെ ഏത് ഐഡംപൊട്ടന്റ് പോളിനോമിയൽസ്. ഇങ്ങനെയാണ് ഐഡംപൊട്ടന്റ് പോളിനോമിയൽസ് കണ്ടുപിടിക്കുക. ഇത് മാത്രല്ല, അത് കൂടാണ്ടുണ്ട് ഐഡംപൊട്ടന്റ് പോളിനോമിയലിന്റെ ഫോം. അതിന് I of x ഈക്വൽ ടു എന്താ? A1 C നോട്ട് ഓഫ് എക്സ് പ്ലസ് A2 C1 ഓഫ് എക്സ് പ്ലസ് A3 C3 ഓഫ് എക്സ്. അതായത് മൊത്തം എണ്ണം വരും? A1ന് 2 ചാൻസ്, A2ന് 2 ചാൻസ്. കാരണം 1 0 വരാമല്ലോ. അപ്പൊ മൊത്തം 8 ആൾക്കാർ വരും. മനസ്സിലായ? അപ്പൊ നിങ്ങൾ ഈ 3 ബേസ് ആയിട്ടുള്ള ആൾക്കാർ. ഈ 3 എല്ലാ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ മൊത്തം 8 ആൾക്കാർ. കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ഇതാണ് അടുത്ത ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അടുത്ത ഐഡംപൊട്ടന്റ് എലമെന്റ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. ഇനി അടുത്തത് വരുന്നത് എവരി സൈക്ലിക് കോഡ് കണ്ടെയ്ൻസ് എ യൂണിക് ഐഡംപൊട്ടന്റ് പോളിനോമിയൽ വിച്ച് ജനറേറ്റ്സ് ദ കോഡ്. 111 ആ പേജിൽ തന്നെയാണ് കേട്ടോ. 111 പേജിൽ തന്നെയാണ്. ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. അത് ജസ്റ്റ് വേറെ ഒന്നുമില്ല. എന്താ അവിടെ ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ ജനറേറ്റർ ആയിട്ട് എടുത്തു. അപ്പൊ ജി ഓഫ് എക്സിന്റെ എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് അത് 1 പ്ലസ് എക്സ് റേഷ്യനെ ഡിവൈഡ് ചെയ്യല്ലോ. അപ്പൊ കോഷ്യന്റെ എച്ച് ഓഫ് എക്സ് ആയിട്ട് എടുത്തു. ജി ഓഫ് എക്സിന്റെ എച്ച് ഓഫ് എക്സ് 1 പ്ലസ് എക്സ് റേഷ്യനായിട്ട് എടുത്തു. അപ്പൊ നമുക്ക് ഒരു കാര്യം അറിയാം, അവിടുത്തെ ജി സി ഡി എന്തായിരിക്കും? 1 ആയിരിക്കും. എന്നാലുള്ള ജി ഓഫ് എക്സ് മിനിമം ഡിഗ്രി വരുള്ളൂ. അതിന് ജി സി ഡി 1 വരണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ജി സി ഡിനെ, അതായത് ജി സി ഡി എച്ച് ഓഫ് എക്സിന്റെയും ജി ഓഫ് എക്സിന്റെയും ജി സി ഡി അല്ലേ? അപ്പൊ എച്ച് ഓഫ് എക്സിന്റെയും ജി ഓഫ് എക്സിന്റെയും കോമ്പിനേഷനിൽ 1 എഴുതാൻ പറ്റും. അപ്പൊ ഒരു ടി ഓഫ് എക്സ് എസ് ഓഫ് എക്സും അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ബാക്കിയുള്ളവർക്കും ജസ്റ്റ് ടി ഓഫ് എക്സിന്റെ ജി ഓഫ് എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്കത് കിട്ടും. ഐഡംപൊട്ടന്റ് എന്നുള്ളത് കിട്ടും. അത് കഴിഞ്ഞിട്ട് 9 ഒന്ന് നിങ്ങൾ ചെയ്തു പഠിച്ചോളൂ. അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. n equal to 9 ആയിട്ടുള്ള കേസ്. അടുത്ത ഡുവൽ ഓഫ് എ സൈക്ലിക് കോഡ് ഇസ് സൈക്ലിക്. അതായത് സി സൈക്ലിക് ആണെങ്കിൽ സി പർപ്പ് എന്തായിരിക്കും? സൈക്ലിക് ആയിരിക്കും. അത് ജസ്റ്റ് ഒന്ന് നോക്കിയോ. ചിലപ്പോൾ 5 മാർക്കിൻ്റെലേക്കും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സി സൈക്ലിക് ആയതുകൊണ്ട് സി നമുക്ക് എങ്ങനെ എഴുതാം? വി പൈ ഓഫ് വി എക്സെട്ര പൈ റേസ് ടു n - 1 into വി. അതിന്റെ സ്പാനായിട്ട് എഴുതി. ഇതാണ് സി സൈക്ലിക് കോഡ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാമല്ലോ. അതുകൊണ്ട് ഇനി നമുക്ക് എന്ത് കാണിക്കണം? ഒരു സി പർപ്പ് സൈക്ലിക് എന്നാണെങ്കിൽ ഒരു യു ബിലോങ്സ് ടു സി പർപ്പ് എടുത്തു കഴിഞ്ഞാൽ പൈ ഓഫ് യു എവിടെ ഉണ്ടാവണം? സി പർപ്പിൽ തന്നെ ഉണ്ടാവണം. അതാണല്ലോ യു സി പർപ്പ് സൈക്ലിക് എന്ന് കാണിക്കാനുള്ള അർത്ഥം. അപ്പൊ യു സി പർപ്പിലുണ്ട്. നമുക്ക് ഇതാണ് എന്ത്? നമ്മുടെ പ്രൂഫ് ചെയ്യേണ്ട സാധനം. അപ്പൊ യു ബിലോങ്സ് ടു സി പർപ്പാണ്. അതുകൊണ്ട് നമുക്കൊരു കാര്യം അറിയാം. എന്താ? പൈ റേസ് ടു ഐ ഇൻറ്റു യു എന്താ വരിക? ഇൻറ്റു അല്ല, ഡോട്ട് യു എന്താ വരിക? 0. കാരണം പൈ റേസ് ടു ഐ അല്ല,
പൈ റേസ് ടു ഐ ഓഫ് വി ഇൻറ്റു യു ഈക്വൽ ടു എന്താ വരിക? 0 വരും. കാരണം പൈ റേസ് ടു ഐ ഓഫ് വി എന്ന് പറയുന്നത് ഏത് എലമെന്റ്സാ? സി എലമെന്റ്സാ. അതുകൊണ്ട് സി ഡോട്ട് യു എന്ന് പറയുന്നത് എന്ത് വരണം? 0 വരണം. കാരണം യു സി പർപ്പിലാണല്ലോ. അപ്പൊ നമുക്ക് രണ്ട് സൈഡിൽ ഒന്നും കൂടി പൈ അപ്ലൈ ചെയ്ത് എന്ത് വരും? പൈ റേസ് ടു ഐ പ്ലസ് 1 ഓഫ് വി ഇൻറ്റു പൈ ഓഫ് യു എന്ത് വരും? പൈ ഓഫ് 0. പൈ 0 തന്നെ. അങ്ങനെ എഴുതാലോ. അപ്പൊ അതിൽ നമുക്ക് എന്ത് കിട്ടും? പൈ ഓഫ് യു ഏതിനോടൊക്കെയും പെർപെൻഡിക്കുലർ. ഇവിടെ ഐ എവിടെ തുടങ്ങി അവിടെ വരിക? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n മൈനസ് 1 വരെ. അപ്പൊ ഈ ഐ പ്ലസ് 1 പൈ ഓഫ് യു ഏതിനോടൊക്കെയും പെർപെൻഡിക്കുലറാ? പൈ ഓഫ് യു പൈ റൈസ് ടു ഐ പ്ലസ് 1. അപ്പൊ ആദ്യം ഐ ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എന്ത് വരും? പൈ ഓഫ് വി പൈ സ്ക്വയർ ഓഫ് വി എക്സിട്ര പൈ റൈസ് ടു എൻ ഓഫ് വി വരും അല്ലേ? പൈ റൈസ് ടു എൻ മൈനസ് 1 ഓഫ് വി പിന്നെ പൈ റൈസ് ടു എൻ ഓഫ് വി വരും. അതിനോടൊക്കെ എന്ത് പെർപെൻഡിക്കുലർ? കാരണം എല്ലാ ഇതിനും ഐ ഈക്വൽ ടു എല്ലാത്തിനും പെർപെൻഡിക്കുലർ ആയിട്ട് പൈ ഓഫ് യു എന്ന് പറയുന്നത് ഐ ഈക്വൽ ടു 0 ടു എൻ മൈനസ് 1 വരെ കൊടുക്കുമ്പോൾ എന്താ ഇങ്ങനെയാണ് വരിക. ഇവിടെ ഒരു കാര്യം അറിയാം, പൈ റൈസ് ടു എൻ ഓഫ് വി എന്താ വരിക? വി തന്നെയാണ് വരിക. അതായത് നേരത്തെ ഇത് സെറ്റ് തന്നെയല്ലേ? ഇതിനോടെല്ലാം പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇതിന്റെ സ്പാനിനോട് എന്തായിരിക്കും? പൈ ഓഫ് യു പെർപെൻഡിക്കുലർ ആയിരിക്കും. അതിനർത്ഥം എന്താ? പൈ ഓഫ് യു ഈ ഇത് സിയുടെ സ്പാൻ സി തന്നെയാണുള്ളത് മുകളിൽ എഴുതി വെച്ചത്. പൈ ഓഫ് യു എവിടെ ഉണ്ടാവും? സിയുടെ പെർപ്പിലുണ്ടാവും. കാരണം സിയിലെ എല്ലാ എലമെന്റ്സിനോടും പെർപെൻഡിക്കുലർ. അതുകൊണ്ട് യു ഉള്ളതുകൊണ്ട് പൈ ഓഫ് യു ഉണ്ട് കിട്ടി. അതുകൊണ്ട് നമുക്ക് തിയറം ഡയറക്റ്റ് ആണ്. ഇനി അടുത്ത ഭാഗം ഞാൻ എടുക്കണില്ല. അത് നമുക്ക് വേണമെങ്കിൽ ഓഫ്ലൈനിൽ എടുക്കണമെങ്കിൽ എടുക്കാം. കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് ഞാൻ ജസ്റ്റ് അതിലെ ഒരു കാര്യം ഞാൻ പറയാം, അതൊന്നും നിങ്ങൾ ആലോചിച്ചോളൂ. ആലോചിക്കല്ല, അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. വേറെ ഒന്നും അതിൽ ഇമ്പോർട്ടന്റ് അല്ല. അതായത് ജി ഓഫ് എക്സ് സിയുടെ ജനറേറ്റർ പോളിനോമിയൽ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കാം സി പർപ്പിന്റെ ജനറേറ്റർ പോളിനോമിയൽ ജനറേറ്റർ. അപ്പൊ നിങ്ങൾക്കറിയാം സി പർപ്പ് സൈക്ലിക് എന്നറിയാം. അപ്പൊ അതിന് ജനറേറ്റർ പോളിനോമിയൽ ഉണ്ട്. അപ്പൊ അതെങ്ങനെയാ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ അത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്താ ഒരു കാര്യം അറിയാം, 1 പ്ലസ് എക്സ് റേസ് ടു എന്നിനെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാം? ജി ഓഫ് എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു എച്ച് ഓഫ് എക്സ് കിട്ടും അല്ലെ? ഈ എച്ച് ഓഫ് എക്സ് നമുക്ക് വേണം. സി പർപ്പിന്റെ ജനറേറ്റർ പോളിനോമിയൽ കണ്ടുപിടിക്കാനാണ് ഈ പോണത്. അപ്പൊ എന്താ? 1 പ്ലസ് എക്സ് റേസ് ടു എന്നിനെ ജി ഓഫ് എക്സ് ഡിവൈഡ് ചെയ്യുന്ന അറിയാം. ആ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന കോഷ്യന്റ് കണ്ടുപിടിച്ചു എച്ച് ഓഫ് എക്സ്. ഇനി എന്ത് ചെയ്താൽ മതി? എക്സ് റേസ് ടു കെ ഇൻറ്റു എച്ച് ഓഫ് എക്സ് സോറി എച്ച് ഓഫ് 1/x, അതായത് എച്ച് ഓഫ് എക്സ് ഇൻവേഴ്സ് ചെയ്യണം. അതായത് എച്ച് ഓഫ് എക്സ് എഴുതുക, അതിൽ എക്സ് എടുക്കുന്ന സ്ഥലത്തേക്ക് 1/x ഇടുക. അത് കഴിഞ്ഞിട്ട് എക്സ് റേസ് ടു കെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് റേസ് ടു കെ എന്താ? കെ എന്ന് പറയുന്നത് എൻ മൈനസ് ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് കേട്ടോ. കെ എന്ന് പറയുന്നത് എൻ മൈനസ് ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ്. ഇതിന്റെ ഒരു പ്രോബ്ലം നിങ്ങൾ ചെയ്ത് നോക്കിയോളൂ. കിട്ടണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഈസി ആയതാണ് ഞാൻ പറയാത്തത്. പിന്നെ ഇതിന്റെ ലാസ്റ്റ് യൂക്ലിഡ് അൽഗോരിതം ആണ്. അത് നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം. കുറച്ച് ബേസ് ആയിട്ടുള്ള കാര്യമാണ് യൂക്ലിഡ് അൽഗോരിതം. നമ്പേഴ്സിൽ ചെയ്ത്, പക്ഷെ ബേസ് നമ്പേഴ്സിലാക്കി ചെയ്ത് പഠിച്ചത് ആ സെയിം കാര്യം തന്നെ ഡിവിഷനും ഇതൊക്കെയും എവിടെ കൊണ്ടുവരാം? പോളിനോമിയൽസ് കൊണ്ടുവരാം. അത്രേ ഉള്ളൂ. ഇതിൽ വെച്ച് ഞാൻ നിർത്തുന്നത്. ഇതിലെ ബാക്കി തീരാൻ നമുക്ക് വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ അത് നമുക്ക് ഒരു ദിവസം ഓഫ്ലൈനിൽ പറയാം. ഓക്കെ.